കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ. കൃഷ്ണ. തുടങ്ങാം കേട്ടോ. കാണാൻ സാധിക്കുന്നുണ്ടോ? മാതാജി ഹോസ്റ്റ് ചെയ്യോ മാതാജി? ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഞാൻ ആക്കിയിട്ടുണ്ടല്ലോ കോ ഹോസ്റ്റ്. മിനി മാതാജി അല്ലേ? അതെ അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാണാൻ സാധിക്കുന്നില്ലേ? മാതാജി. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാന്വിതം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാനിധം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമി ഇതി നാമിനി നമ. ആചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമതായ നഗരഗ്രാമധാരിണേ നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ സർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാഗോവിന്ദ് ടെമ്പിളിന്റെ കീഴിലുള്ള ഭഗവത്ഗീത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് 8ാമത്തെ അധ്യായത്തിലാണ് വന്നു നിൽക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഭഗവത്ഗീതയില് എത്ര അധ്യായങ്ങളാണുള്ളത്? 18 അധ്യായങ്ങളാണുള്ളത് അല്ലെ. അതിൽ ആദ്യത്തെ 6 ചാപ്റ്റർ എന്ന് പറയുന്നത് കർമ്മയോഗമാണ്. അതിനുശേഷം നമ്മളിപ്പോ ഭക്തിയോഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് കർമ്മയോഗത്തിൽ എന്താണ് പറഞ്ഞത്? ഏറ്റവും ആദ്യം നമ്മൾ എന്താ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചത്, അർജുനനെ പഠിപ്പിച്ചത് എന്താണ്? അർജുനന്റെ കൺഫ്യൂഷൻസ് ആയിരുന്നു അല്ലെ. എന്താണ്? മൃദുല സ്വഭാവമാണ്, അതുപോലെ തന്നെ യുദ്ധം ചെയ്യാനുള്ള മനസ്സില്ലായ്മ, പാപം വരും, പിന്നെന്താണ്, ഇത്രയും നമ്മളുടെ റിലേഷൻസിനെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് എന്താ പറയാ സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് അർജുനൻ പറഞ്ഞത് അല്ലെ. അതിനപ്പോ എങ്ങനെയാണ് ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അർജുനന്? നമ്മൾ ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ. നമ്മൾക്കൊരു സ്ഥൂല ശരീരമുണ്ട്, ഒരു സൂക്ഷ്മ ശരീരമുണ്ട്, അതിന്റെ ഉള്ളില് ഒരു ആത്മാവുണ്ട്, ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവിനോടൊപ്പം തന്നെ പരമാത്മാ രൂപത്തില് ഭഗവാൻ സ്വയം പരമാത്മാവിന്റെ രൂപത്തില് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? കഴിഞ്ഞ അദ്ദേഹത്തിൽ പിന്നെ കർമ്മയോഗമാണ് പറഞ്ഞത്. എങ്ങനെ കർമ്മം ചെയ്യണം, ഭഗവാനിലെത്തണം. അപ്പോൾ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് 84 ലക്ഷം ജീവി വർഗങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് വില പിടിച്ചിട്ടുള്ള ഒരു ജന്മമാണ്. ഈ ജന്മത്തിൽ കൂടി മാത്രമാണ് ഭഗവത് ധാമത്തിലേക്ക് നമ്മൾക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കുക. അപ്പൊ ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഭഗവാനാണ് എല്ലാം സൃഷ്ടിച്ചത്. അതാണ് 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെ. ഭഗവാനാണ് എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മഹാമായ ദേവിഹേഷ ഗുണമയി മമമായ ദുരത്യയ പറഞ്ഞു. ഈ മായ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ലോകത്ത് നമ്മൾ വരുമ്പോ നമ്മളുടെ യഥാർത്ഥത്തില് ഒരു ജീവാത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഭഗവാന്റെ അതേ സ്വഭാവമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. പക്ഷെ 3 പ്രകൃതി ഗുണങ്ങളുടെ അധീനതയിൽ, മായയുടെ അധീനതയിൽ വരികയാണ്. പക്ഷെ ഈ മായ എന്ന് പറയുന്നതും ആരുടെ ശക്തിയാണ്? ഭഗവാന്റെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ കീഴടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പറഞ്ഞത് കഴിഞ്ഞ അധ്യായത്തില്. അതുപോലെ തന്നെ 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാനിലെ സമീപിക്കുന്നത്, ഭഗവാന്റെ അടുത്ത് എത്താവുന്ന 4 തരത്തിലുള്ള ആൾക്കാരും എത്താൻ സാധിക്കാത്ത 4 തരത്തിലുള്ള ആൾക്കാരും നമ്മൾ പറഞ്ഞു അല്ലെ.
നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായാപഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിതാക്ക എന്നുള്ളതാണ്. ഈ 4 തരത്തിലുള്ള ആൾക്കാര്. ആദ്യം എന്താണ്? മൂഢന്മാര്, പിന്നെ നരാധമന്മാര്, പിന്നെ മായയിൽ ജ്ഞാനം അപഹരിക്കപ്പെട്ട ആൾക്കാര്, അതുപോലെ നിരീശ്വരവാദികള്. ഈ 4 തരത്തിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കില്ല. കാരണം അവര് യോഗമായ കൊണ്ട് മൂടപ്പെട്ടിരിക്കും. ഭഗവാൻ ഒരിക്കലും അവർക്ക് റിവീൽ ആവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാന്റെ അടുത്ത് എത്താവുന്ന ആൾക്കാർ ആരൊക്കെ പറഞ്ഞത്? ആരൊക്കെയാണ്? ഓർമ്മയുണ്ടോ? ആർത്തോ, അർത്ഥാർത്ഥി. എന്താണ്? ധനാകാംക്ഷി, അതായത് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാര്, ദുഃഖിതരായിട്ടുള്ള ആൾക്കാര്, ധനാകാംക്ഷി, പണത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ സമീപിക്കുന്ന ആൾക്കാര്, പിന്നെ ജിജ്ഞാസു, ഭഗവാനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാര്, പിന്നെ ജ്ഞാനി. ഇങ്ങനത്തെ ഈ 4 കൂട്ടരും ഭഗവാന്റെ അടുത്ത് എത്തും. ഇവരൊക്കെ പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. ജ്ഞാനം പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുമല്ല. പക്ഷെ ഈ 4 കൂട്ടരിൽ വെച്ചിട്ട് ഭഗവാനിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ആർക്കാണ്? ജ്ഞാനിയെയാണ്. ഭഗവാനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് ഭഗവാന്റെ അടുത്ത് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാര്, സ്വയം ആഗ്രഹപൂർത്തിക്ക് അല്ലാതെ ഭഗവാന്റെ അടുത്ത് വരുന്ന ആൾക്കാര്, ഭഗവാനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട്, അങ്ങനത്തെ ആൾക്കാരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞത്, ജ്ഞാനി എന്നാണ് പറഞ്ഞത്. ഇനിയപ്പം കഴിഞ്ഞ അധ്യായം അവസാനിച്ചത് എങ്ങനെയായിരുന്നു? ഏറ്റവും അവസാനത്തെ എല്ലാം പൂർണ്ണമായി എന്നിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് എന്നെ കുറിച്ച് ഉള്ള ഓർമ്മ വരും എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ശ്ലോകമായിട്ട് പറഞ്ഞത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഏതാണ് അവസാനത്തെ ശ്ലോകം എന്ന് പറഞ്ഞത്? സാദിഭൂതാദി ദൈവം മാം സാദിയജ്ഞം ചയേ വിദുഹു പ്രയാണകാലേ പിച്ചമാം തേ വിദുർയുക്ത ചേതസക. എന്നെ അറിയുകയും എപ്പോഴും എന്നെ കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ, ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവ്വയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാൻ എന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. അപ്പൊ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. അപ്പൊ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അധ്യായം 8 എന്ന് പറയുന്നത് പരമപദപ്രാപ്തി. പരമപദം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ധാമം, ഭഗവാന്റെ കാലടികൾ. അപ്പൊ അവിടേക്ക് എത്തുക, എങ്ങനെ ആ ഭഗവാന്റെ അടുത്തേക്ക് എത്താം എന്നുള്ളതാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്, പ്രഭാത് കി ജയ്. ഹരേ കൃഷ്ണ. അർജുന ഉവാച കിം തദ് ബ്രഹ്മ കിമധ്യാന്തം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്ത അതിദൈവം കിം ഉച്യതേ. അർജുനൻ ചോദിച്ചു, ഹേ പുരുഷോത്തമ, എന്താണ് ബ്രഹ്മം? ആത്മാവ് എന്നാൽ എന്ത്? ഫലോദിഷ്ട കർമ്മം എന്നാൽ എന്ത്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നവ എന്താണ്? അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, ഓരോന്നിന്റെയും അർത്ഥം ചോദിക്കുകയാണ്. ഹേ പുരുഷോത്തമ, പുരുഷോത്തമ എന്ന് പറഞ്ഞതാണ് പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആള്. അപ്പൊ അതിനേക്കാളും മേലെ ഉത്തമനായിട്ടുള്ള ഒരാളില്ല ഭഗവാനേക്കാളിലും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ പുരുഷോത്തമനോടാണ് ആര് ചോദിക്കുന്നത്? അർജുനൻ ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ആത്മാവ്. അപ്പൊ ഇതിൽ ഓരോന്നും എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, പരമാത്മാ രൂപത്തിൽ ഭഗവാൻ ഉണ്ട്, അതുപോലെ തന്നെ ജീവാത്മാവുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് വീണ്ടും എന്താണ് വിസ്തരിച്ച് പറയുകയാണ് അർജുനൻ ഇവിടെ. ആത്മാവ് എന്താണ്? ഫലോദിഷ്ട കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നവ എന്താണ്? എന്താണ് ബ്രഹ്മം എന്ന് തുടങ്ങിയ അർജുനന്റെ പ്രശ്നങ്ങൾക്ക് ഭഗവാൻ ഉത്തരമരുളുന്നു. ഈ അധ്യായത്തിൽ എന്താണ് ബ്രഹ്മം എന്ന് തുടങ്ങി കാമ്യകർമ്മം, ഭക്തിപൂർവകമായ സേവനം, യോഗതത്വങ്ങൾ, തനിമയാർന്ന ഭഗവത് സേവനം എന്നിവയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അർജുനൻ ഭഗവാനെ പുരുഷോത്തമൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. താൻ ചോദിക്കുന്നത് കേവലം ഒരു സുഹൃത്തിനോടല്ല, സുനിശ്ചിതമായ ഉത്തരം നൽകാൻ പരമാധികാരമുള്ള മഹാപുരുഷനോടാണെന്ന് വ്യഞ്ജിപ്പിക്കുന്നു. അതാണ് ഓരോ ശ്ലോകത്തിലും ഓരോ വാക്കുകള് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവിടെ പുരുഷോത്തമൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ എന്റെ സുഹൃത്തിനോട്, ഭഗവാൻ സുഹൃത്തായിട്ടാണ് ഉണ്ടായിരുന്നത് അല്ലെ, ആ ഒരു സുഹൃത്തിനോടല്ല ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. എന്താണ്? പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനോടാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് എല്ലാത്തിന്റെയും ഉത്തരം അറിയുക. എല്ലാ ഉത്തരവും വ്യക്തമായി അറിയുന്ന ഒരാളോടാണ് തന്റെ ചോദ്യം എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ പുരുഷോത്തമൻ എന്നുള്ള വാക്ക്. അപ്പൊ കേവലം ഒരു സുഹൃത്തിനോടല്ല, സുനിശ്ചിതമായ ഉത്തരം നൽകാൻ പരമാധികാരമുള്ള മഹാപുരുഷനോടാണ് താൻ ചോദിക്കുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അതീയജ്ഞകഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഹി. മധുസൂദന, ആരാണ് യജ്ഞദേവത? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു? ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? മധുസൂദന എന്ന് പറഞ്ഞാലാണ്
മധു എന്ന് പറഞ്ഞിട്ടുള്ള അസുരനെ കൊന്ന ആളാണ്. അപ്പൊ ആ അസുര സ്വഭാവങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളത് ആർക്കാണ്? ഭഗവാനാണ്. അപ്പൊ അർജുനന്റെ സംശയം എന്ന് പറയുന്നതും ഒരു അസുര സ്വഭാവമാണ് അല്ലെ. നമ്മൾക്ക് എപ്പോഴാണ് സംശയം വരുന്നത്? ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മൾക്ക് നിശ്ചയിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് അല്ലെ. അങ്ങനെ വരുമ്പോ അപ്പൊ അതും ഒരു അസുര ഗുണാണ്. ഒരു സാത്വിക ഗുണം എന്ന് പറയുന്നതാണ് അവിടെ ഡൗട്ടേ ഇല്ല, സംശയങ്ങളില്ല. ഒന്ന് മാത്രമാണുള്ളത്, ഏതാണോ ശരി അത് നമ്മൾക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ മനസ്സിൽ രണ്ട് ഗുണങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അസുര ഗുണങ്ങളും ഉണ്ട്, സാത്വിക ഗുണങ്ങളുണ്ട്, രണ്ട് ദൈവിക ഗുണങ്ങളുണ്ട്. അപ്പൊ രണ്ടും നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമ്മൾക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അർജുനനുള്ളത്. അപ്പൊ അതുകൊണ്ട് അർജുനൻ എന്താണ് പറയുന്നത്? മധുസൂദനൻ എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വെറും എന്റെ മനസ്സിലുള്ള ആ സംശയമാകുന്ന രോഗത്തെ, ആ അസുര സ്വഭാവത്തെ അങ്ങേക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം അങ്ങ് എല്ലാ അസുരന്മാരെയും നശിപ്പിക്കുന്നവനല്ലേ. ആ മധു എന്ന് പറഞ്ഞ അസുരനെ നശിപ്പിച്ചവനല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് മധുസൂദന എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആരാണ് യജ്ഞദേവത? അപ്പൊ ഇനി അടുത്ത ചോദ്യം, ആരാണ് ഈ യജ്ഞങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു? അപ്പൊ ഈ യജ്ഞദേവത എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏറ്റവും അവസാനത്തെയാണ് കേട്ടോ. മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്? അപ്പൊ ആദ്യത്തെ എങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ ഓരോ അധ്യായവും നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായിട്ടാണ് അടുത്ത അധ്യായം ഉണ്ടാവുക. അപ്പൊ 7ാമത്തെ അധ്യായം എവിടെ നിന്നാണ് അവസാനിച്ചത്? അവർ യജ്ഞദേവതയായിട്ട് എന്നെ അറിയുന്ന ആൾക്കാർക്ക് മരണസമയത്ത് എന്നെ സ്മരിക്കാൻ കഴിയും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, മരണവേളയിൽ എങ്ങനെയാണ് അങ്ങേ അറിയാൻ കഴിയുക? ആരാണ് യജ്ഞദേവത? യജ്ഞദേവത എങ്ങനെയാണ് ഈ ശരീരത്തിലുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് അർജുനൻ. ശ്ലോകം 3. ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സഞ്ചിതക. ശ്രീ ഭഗവാൻ പറഞ്ഞു, അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവത്രേ ബ്രഹ്മം. അപ്പൊ ബ്രഹ്മം ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരാണ് കേട്ടോ. ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ബ്രഹ്മം എന്ന് പറയുന്നത്? അവിനാശി, നശിക്കാത്തവനായിട്ടുള്ള, അതീന്ദ്രിയനായിട്ടുള്ള, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തവൻ, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥൻ ആയിട്ടുള്ള ആത്മാവാണ് ബ്രഹ്മം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ആത്മാവിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവാത്മാവിന്റെ സ്വഭാവം എന്താണ്? അത് നശിക്കുന്നില്ല, അതുപോലെ അതീന്ദ്രിയനാണ്. നമ്മൾക്ക് ഈ ഇന്ദ്രിയങ്ങളെക്കാളും അതീതമാണ്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ശാശ്വതം ഭഗവാന്റെ അതേ സ്വഭാവമാണ് ആർക്കുള്ളത്? ആത്മാവിനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവാണ് ബ്രഹ്മം. ഇനി ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതി അധ്യാത്മം എന്ന് പറയപ്പെടുന്നു. ബ്രഹ്മത്തിന്റെ ഈ ജീവാത്മാവിന്റെ ശാശ്വത പ്രകൃതി എന്താണ്? അധ്യാത്മമാണ്. അധ്യാത്മം എന്ന് പറഞ്ഞ എന്താണ്? ഭഗവാന്റെ അതേ സ്വഭാവം ഉൾക്കൊള്ളുന്നത്. അതിന് നാശമില്ല. അതിന് നമ്മൾ പറഞ്ഞു അല്ലേ, ആത്മാവിന്റെ 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞില്ലേ, എന്താണ്? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാപക നശോഷയതി പാവക. അപ്പോ അതിനെ കാറ്റിൽ കൊണ്ട് ഇതാവാനോ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല, ജലത്തിൽ കുതിർത്താൻ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ ശാശ്വത പ്രകൃതി എന്ന് പറയുന്നതാണ് അധ്യാത്മമാണ്. അതായത് ഭഗവാന്റെ അതേ സ്വഭാവമാണുള്ളത്. ഇനി ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിന്റെ വികാസത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. ഇനി കർമ്മം എന്ന് പറഞ്ഞ എന്താണ്? കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആത്മാവ് എവിടെയാണുള്ളത്? ഒരു സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം ചേർന്ന ഒരു ശരീരത്തിലാണുള്ളത് അല്ലെ, ഗ്രോസ് ബോഡി എന്ന് പറയുന്നത്. ആ ശരീരത്തിന്റെ, ഭൗതിക ശരീരം എന്ന് പറയുന്ന ആ ശരീരത്തിന്റെ വികാസത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. അതായത് ഈ ശരീരം നിലനിർത്താനായിട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ വേണം അല്ലെ. നമ്മൾക്ക് അതിന് ഭക്ഷണം കൊടുക്കണം, അതിനെ നിലനിർത്തണം അല്ലെ. അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അത് നിലനിർത്താനായിട്ട് നമ്മൾക്ക് പണം സമ്പാദിക്കണം എന്ന് വെച്ചോളൂ. അതിന് നമ്മൾക്ക് ഭക്ഷ്യവസ്തുക്കൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് നമ്മൾ ഉത്പാദിപ്പിക്കണം അല്ലെ. അതിനെല്ലാം നമ്മൾ എഫേർട്ട് കൊടുക്കണം. അപ്പൊ അത്തരം കർമ്മങ്ങളെയാണ് എന്ന് പറയുന്നത് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഭൗതിക ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കർമ്മങ്ങൾക്കാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. സോറി. ബ്രഹ്മം ജീവാത്മാവിനെയും പരബ്രഹ്മം പരമദിവ്യോത്തമ പുരുഷനെയും സൂചിപ്പിക്കുന്നു. ജീവാത്മാവിന്റെ മൂലസ്വരൂപം ഭൗതികത ബോധം ഉൾക്കൊള്ളുമ്പോൾ ഭൗതിക വസ്തുക്കളെ കൈയാളാനുള്ള ശ്രമമാണ്. എന്നാൽ കൃഷ്ണാബോധമാകട്ടെ ഭഗവത് സേവനത്തിലാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ജീവാത്മാവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പരബ്രഹ്മം എന്ന് പറയുന്നതോ പരമദിവ്യോത്തമ പുരുഷൻ. ഓക്കെ, രണ്ടുപേരും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ക്ഷീരോദക സായി വിഷ്ണു എന്നുള്ള രൂപത്തിലെ ചതുർബാഹു രൂപത്തിലുള്ള ഭഗവാനാണ് പരബ്രഹ്മം. ഓക്കെ, ഇനി ജീവാത്മാവിന്റെ മൂലസ്വരൂപം എന്ന് പറയുന്നത് എന്താ? ഇനി ഭൗതികതാ ബോധം ഉൾക്കൊള്ളുമ്പോൾ ഭൗതിക വസ്തുക്കളെ കൈയാളാനുള്ള ശ്രമമാണ്.
അപ്പൊ അതായത് ഈ ജീവാത്മാവിന്റെ സ്വഭാവം രണ്ട് തരത്തിലാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മൾക്ക് ശരിക്കും ആരുടെ സ്വഭാവമാണെന്ന് പറഞ്ഞത്? ശാശ്വത പ്രകൃതി ഭഗവാന്റെയാണ്, സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ 3 പ്രകൃതി ഗുണങ്ങളുടെ അടിയിൽ വരുമ്പോൾ നമ്മളുടെ ബോധം എന്താണ്? ഭൗതികതയാണ്. ഓക്കെ, നമ്മൾക്ക് ഇന്ദ്രിയ സുഖങ്ങളോടാണ് താല്പര്യം, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല വീട് വേണം, നല്ല സുഖ സൗകര്യങ്ങൾ വേണം, അല്ലെ, സൗകര്യങ്ങൾ വേണം, അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്? ഭൗതികത ബോധം ഉൾക്കൊള്ളുമ്പോ എന്താണ്? ഭൗതിക വസ്തുക്കളോടാണ് ആഗ്രഹം ഉണ്ടാവുക, ഭഗവാനോടല്ല. ഓക്കെ. എന്നാൽ കൃഷ്ണാവബോധത്തിലാണെങ്കിലോ? എന്നാൽ അതേ ആത്മാവ് തന്നെ കൃഷ്ണാവബോധത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താനുള്ള ഒരു ജന്മമാണിത്. നമ്മൾ ഭക്തിയുത സേവനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴോ അത് ഭഗവത് സേവനത്തിലാണ് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഒരേ ജീവാത്മാവ് ഭൗതികതയിൽ മുഴുകുമ്പോ എന്തുണ്ടാവുന്നു? ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ അതേസമയം അതേ ആത്മാവ് എന്താണ്? യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണാബോധം ഉൾക്കൊള്ളുമ്പോ എന്താണ്? ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുക. ഇതാണ് രണ്ട് വ്യത്യാസം കേട്ടോ. ഇനി ജീവാത്മാവിനെ ഭഗവാന്റെ തടസ്ഥ ശക്തി എന്ന് പറയപ്പെടുന്നു. അപ്പൊ ജീവാത്മാവിനെ ഭഗവാന്റെ 3 തരത്തിലുള്ള ശക്തികളാണുള്ളത്. ഭഗവാന് ബഹിരംഗ ശക്തി, അന്തരംഗ ശക്തി, തടസ്ഥ ശക്തി. ബഹിരംഗ ശക്തി എന്ന് പറയുന്നതാണ് നമ്മുടെ മഹാമായ എന്ന് നമ്മൾ പറഞ്ഞുല്ലോ. ഇപ്പൊ ഭഗവാന്റെ അതിനെയാണ് ദുർഗാദേവിയായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആ മഹാമായയുടെ പിടിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഭൗതിക കാര്യങ്ങള്, നമ്മൾക്കൊരു മൂവി കാണണം, അതുപോലെ സീരിയൽ കാണണം, അങ്ങനെ അതായത് നമ്മൾക്ക് എൻജോയ് ചെയ്യണം, കളിക്കണം, ചിരിക്കണം, അങ്ങനത്തെ ആഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് ഒരുപാട് വരുന്നത് എങ്ങനെയുള്ളപ്പോഴാണ്? ഈ ഭൗതിക ബോധത്തിൽ, ബഹിരംഗ ശക്തിയിൽ നമ്മളുള്ളത് കൊണ്ടാണ്. കാരണം ഈ 3 ഗുണങ്ങളിലാണ് നമ്മളുള്ളത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിന്റെ പ്രഭാവത്തിലാണ് നമ്മളുള്ളത്. അതിനെയാണ് ബഹിരംഗ ശക്തി എന്ന് പറയുന്നത്. ഇനി അന്തരംഗ ശക്തി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം നമ്മൾക്ക് ലഭിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നമ്മൾക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അന്തരംഗ ശക്തിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഭഗവാന്റെ. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ജീവാത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആ അന്തരംഗ ശക്തിയുടെ സ്വഭാവമാണ്, ശാശ്വത പ്രകൃതിയാണ് അതിനുള്ളത്. അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം വേണ്ടത്. അതാണ് അന്തരംഗ ശക്തി എന്ന് പറയുന്നത്. അന്തരംഗ ശക്തി എന്ന് പറയുന്നത് രാധാദേവിയാണ്, രാധാറാണിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലാദിനി പൊട്ടൻസി എന്ന് പറയും. ഇനി നമ്മൾ ശരിക്കും നമ്മുടെ ജീവാത്മാവ് ഉള്ളത് ഏതിലാണ്? ഇപ്പോ തടസ്ഥ ശക്തി. ഇതിന് രണ്ടിനും ഇടയിലാണ്. അപ്പൊ ഈ തടസ്ഥ ശക്തിയിലുള്ള ഒരു ജീവാത്മാവ് ഭക്തിയുത, അതായത് ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അന്തരംഗ ശക്തിയിലേക്ക് പോകും. അതല്ലാന്നുണ്ടെങ്കിലോ ഈ 3 പ്രകൃതി ഗുണങ്ങളുടെ അടിയിൽ പെട്ട് ഭൗതിക ആഗ്രഹങ്ങൾ, ഭഗവാനെ മറന്നുകൊണ്ട് ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ പൂർണ്ണമായും അതിൽ മുഴുകിക്കൊണ്ട് ബഹിരംഗ ശക്തിയിലേക്ക് പോകും. അപ്പൊ ഈ തടസ്ഥ ശക്തിയിൽ നിന്ന് ഏതൊരു നമ്മൾക്ക് ബഹിരംഗ ശക്തിയിലേക്ക് പോവാം, അല്ലെങ്കിൽ അന്തരംഗ ശക്തിയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. മനുഷ്യൻ ചിലപ്പോൾ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുകയും പുണ്യം തീരുമ്പോൾ മനുഷ്യരൂപേണ വീണ്ടും ഭൂമിയിൽ വന്ന് പിറക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് കർമ്മം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം, എല്ലാവരും യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് കുറെ പുണ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ആ പുണ്യം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ എവിടേക്ക് പോവാം? ചന്ദ്രലോകത്തേക്ക് പോവാം, സൂര്യലോകത്ത് പോവാം, ഇന്ദ്രലോകത്ത് വരെ പോവാം, അല്ലെങ്കിൽ ബ്രഹ്മലോകത്ത് പോവാം അല്ലെ. അപ്പോ അങ്ങനെ പോയി ഒരുപാട് കാലം സുഖിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? മഴ പെയ്യുമ്പോ ആ മഴയിൽ കൂടി എന്ത് വരുന്നു? ഭൂമിയിലേക്ക് താഴെ വരുന്നു. താഴെ വന്നിട്ട് ഭൂമിയിൽ വന്ന് ചെടികളായിട്ട് മുളയ്ക്കും എന്നാണ് പറയുന്നത്. ആ ചെടികൾ വന്നു കഴിഞ്ഞിട്ട് ഈ ഭൂമിയിലെ പുരുഷന്മാര് വന്നിട്ട് അത് കഴിക്കുമ്പോൾ, ധാന്യങ്ങൾ കഴിക്കുമ്പോൾ ബീജമായിട്ട് ഉള്ളിലേക്ക് പോകുന്നു. അതിനുശേഷം ഒരു സ്ത്രീയായിട്ടുള്ള സംയോഗത്തിലൂടെയാണ് ആ ഒരു കുട്ടി, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വരുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഈ പ്രക്രിയ, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് യജ്ഞങ്ങൾ അന്വേഷിച്ച് പുണ്യം തീരുമ്പോൾ മനുഷ്യരൂപേണ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കണം അല്ലെ. അപ്പൊ ഈ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? കർമ്മം എന്ന് പറയുന്നത്. ഈ യജ്ഞം കൊണ്ട് നേടിയ പുണ്യം ക്രമേണ അവസാനിക്കുമ്പോൾ ആ ജീവാത്മാക്കൾ വർഷബിന്ദുക്കളിലൂടെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് ധാന്യങ്ങളായി മുളയ്ക്കുകയും ആ ധാന്യങ്ങൾ ഭക്ഷിക്കുന്ന മനുഷ്യനിൽ ശുക്ലമായി തീർന്ന് സ്ത്രീ ഗർഭത്തിൽ ഉൾപോവുകയും ചെയ്യുന്നു. അപ്പൊ മനസ്സിലായോ? ഇനി കൃഷ്ണാബോധം ഉദിച്ചവൻ ഇത്തരം യജ്ഞങ്ങൾ ചെയ്യാറില്ല. അയാൾ കൃഷ്ണാബോധത്തെ മാത്രം ലക്ഷ്യമാക്കുന്നു. അങ്ങനെ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെടുക്കാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ ഭഗവാന് വേണ്ടിയിട്ട് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഭക്തിയുടെ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഈ തരത്തിൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല.
കാരണം ഭഗവത്ധാമത്തിലേക്ക് നേരെ പോകാനായിട്ട് സാധിക്കും. അതാണ്. അപ്പൊ കൃഷ്ണബോധമുള്ള ഒരാൾക്ക് ഈ പ്രോസസ് ഒന്നും ഇല്ല. പോയി എന്താണ് പുണ്യങ്ങളൊക്കെ അവസാനിച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ലോകത്തേക്ക് വരണമെന്നില്ല. അവർ നേരെ എവിടേക്കാണ് പോകുന്നത്? ഭഗവത്ധാമത്തിലേക്ക് പോകുന്നു. ഭഗവത്ധാമത്തിലേക്ക് പോയ ഒരാൾക്ക് ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഭഗവതാംശമായ ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ നിന്ന് വീണ് പോയേക്കാം, എന്നാൽ പരമപുരുഷന് ഒരിക്കലും പതനമില്ല. അപ്പൊ എന്താണ്? പരമപുരുഷന് ഒരിക്കലും പതനമില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, അതായത് പരമപുരുഷൻ എന്ന് പറയുന്ന ആരാണ്? ഭഗവാനാണ്. ഭഗവാന് സച്ചിദാനന്ദ സ്വരൂപമാണ് അല്ലെ? ഒരിക്കലും പതനമില്ല. അതുപോലെ തന്നെ ജീവാത്മാവ് അതിന്റെ സ്വഭാവത്തിലുള്ള ജീവാത്മാവിനും പതനമില്ല. കാരണം ആത്മീയ ലോകത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ഇവിടെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ജീവാത്മാവ് പക്ഷെ എങ്ങനെയാണ്? അതല്ല, ഈ 3 പ്രകൃതി ഗുണങ്ങളിലെ സ്വാധീനത്തിൽ പെടുന്ന ഒരാളോ വീണ് തിരിച്ചു വരാം. അപ്പൊ ജീവാത്മാവും പരമപുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്, എന്നാൽ ഒരിക്കലും പരമപുരുഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അച്യുതനാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിഭൂതം ക്ഷരോഭാവ പുരുഷാദി ദൈവതം അതി യജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര. ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അതിഭൂതം, പ്രത്യക്ഷ പ്രപഞ്ചം. സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അതിദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണിരുളുന്ന പരമാത്മാവായ ഞാൻ അതിയജ്ഞൻ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ശരീരം കൈകൊടുന്ന ഇവിടെ എന്താ പറയണെന്നുണ്ടെങ്കിൽ ഭൗതിക പ്രകൃതിയാണ് നമ്മൾ അതിഭൂതം എന്ന് പറയുന്നത്. നമ്മൾ 3 തരത്തിലുള്ള ക്ലേശങ്ങൾ പറഞ്ഞു അല്ലെ? ഏതൊക്കെ അറിയാലോ? അധ്യാത്മം, അതിഭൂതം, അതിയജ്ഞം. അത് എന്തുകൊണ്ടാണ്? അപ്പൊ ഈ ഭൗതിക പ്രവൃത്തി എന്ന് പറയുന്നതാണ് അതിഭൂതം എന്ന് പറയുന്നത്. ആണ് ഈ പ്രത്യക്ഷ പ്രപഞ്ചം. സൂര്യൻ, ചന്ദ്രൻ, ദേവന്മാർ ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം. ഇനി അതിദൈവം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ദേവതമാരും. നമ്മൾ ദേവതമാരെന്ന് പറയുന്നുണ്ടല്ലോ, ചന്ദ്രനായാലും സൂര്യനായാലും ഗണപതി, അങ്ങനെ ഒരുപാട് ദേവതമാരെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ? അതെല്ലാം ചേർന്നിട്ടുള്ള ഭഗവാന്റെ വിശ്വരൂപത്തിനാണ് എന്ന് പറയുന്നത് അതിദൈവം എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇനി അതിയജ്ഞൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ഹൃദയത്തില് ക്ഷീരോദക സായി വിഷ്ണു വന്നു കഴിഞ്ഞിട്ട് ചതുർബാഹു രൂപത്തിലുണ്ട് അല്ലെ? അതിനെയാണ് അതിയജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ 3 വ്യത്യാസം മനസ്സിലായോ? ഈ ഭൗതിക പ്രകൃതിയാണ് എന്തെന്ന് പറയുന്നത് അതിഭൂതം എന്ന് പറയുന്നത്. എല്ലാ ദേവതകളെയും ഉൾക്കൊള്ളുന്ന വിശ്വരൂപം, ഭഗവാന്റെ വിശ്വരൂപമാണ് 11ാമത്തെ തീയതിയിൽ കണ്ടു അല്ലെ നമ്മള്? ആ വിശ്വരൂപമാണ് എന്ന് പറയുന്നത് അതിദൈവം എന്ന് പറയുന്നത്. എല്ലാ ശരീരങ്ങളുടെയും ഉള്ളിൽ പരമാത്മാവായിട്ടുള്ള ഭഗവാനെയാണ് എന്ന് പറയുന്നത് അതിയജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ യജ്ഞങ്ങളുടെയും ദേവതയാണ് ആര്? അതിയജ്ഞൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ വിശ്വരൂപം അതിദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവായ കൃഷ്ണൻ അതിയജ്ഞൻ എന്നും അറിയപ്പെടുന്നു. ശരീരം 6 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ജനനം, വളർച്ച, സ്ഥിതി, ഉത്പാദനം, ക്ഷയം, നാശം. ഈ ഭൗതിക സ്വഭാവമാണ് അതിഭൂതം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഏതാണ് അതിഭൂതം എന്ന് പറയുന്നത്? ഭൗതിക പ്രകൃതിയാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും ഈ ഭൗതിക പ്രകൃതിയാണ്. ശരിക്കും സ്ഥൂല ശരീരം എന്ന് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ അവസ്ഥകളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോവുക? ജനനം, വളർച്ച, സ്ഥിതി, ഉത്പാദനം, ക്ഷയം, നാശം. ഏറ്റവും ആദ്യം അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നു. അതെങ്ങനെയാ വരണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? എങ്ങനെയാണ് മഴയിൽ കൂടി ഭൂമിയിലേക്ക് വന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ജനിക്കുന്നു. ആ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലോ കുറച്ചു നാള് ഒരു വളർച്ചയുടെ കാലഘട്ടം അല്ലെ? ആ വളർച്ച കഴിഞ്ഞു കഴിഞ്ഞാലോ അവര് വളർച്ച നിൽക്കും. ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വളർച്ച നിൽക്കുന്ന ഒരു ഇതാണല്ലേ. അതിനുശേഷം നമുക്ക് ഹൈറ്റ് ഒന്നും വരില്ല, വെയിറ്റ് വരാം, പക്ഷെ ഹൈറ്റ് ഒന്നും വരില്ല. നമ്മുടെ ഉള്ളിലത്തെ എല്ലാ അവയവങ്ങളുടെയും പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത്. അതിനെയാണ് അത് വരയ്ക്കുള്ള കാലയളവാണ് വളർച്ച എന്ന് പറയുന്നത്. പിന്നെയാണ് സ്ഥിതി എന്ന് പറയുന്നത്, ആ വളർച്ച കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. പിന്നെയോ ഉത്പാദനം, പിന്നെ അവർക്ക് അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലെ? അത് കഴിഞ്ഞു കഴിഞ്ഞാലോ നമ്മളുടെ ദേഹം ക്ഷീണിക്കുന്നു. പിന്നെന്താ ഉണ്ടാവുക? ദേഹത്തിന്റെ പ്രകൃതിയൊക്കെ മാറിക്കഴിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞ് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും അല്ലെ? നമ്മളുടെ മുഖത്തിന്റെയും എല്ലാത്തിന്റെയും ഷേപ്പ് ഒക്കെ മാറി. എന്നിട്ട് അതാണ് ക്ഷയം എന്ന് പറയുന്നത്. നാശം, അതാണ് വാർദ്ധക്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നാശം എന്ന് പറയുന്നതാണ് മരണം എന്ന് പറയുന്നത്. ആ ശരീരം നശിച്ചു പോകുന്നു അല്ലെ? ഈ ഭൗതിക സ്വഭാവമാണ്, ഈ സ്വഭാവമാണ്. അത് ഇതിൽ നിന്ന് ആർക്കെങ്കിലും മോചനം ഉണ്ടോ? ഇല്ല. ഏത് ലെവലുള്ള ആളാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും, അത് മനുഷ്യനാവണമെന്നില്ല, ഏത് ജീവിയാണെങ്കിലും ഈ ഘട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകും. അതാണ് എന്ന് പറയുന്നത്, ഇതിനെയാണ് അതിഭൂതം എന്ന് പറയുന്നത്. ഏവ എന്ന പ്രയോഗത്തിലൂടെ ഭഗവാൻ പരമാത്മാവ് തന്നിൽ നിന്ന് ഭിന്നനിൽ നിന്ന് സ്പഷ്ടമാക്കുന്നത് ശ്രദ്ധേയമത്രേ. പരമാത്മ രൂപേണയുള്ള ജീവാത്മാവിനോട് സഹവസിക്കുന്ന. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇനി എന്താണ്? പരമാത്മാ രൂപത്തില് ഭഗവാൻ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാൻ തന്നെയാണ് പരമാത്മാവ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഏവ എന്ന് പറയും. അതിയജ്ഞോഹമേവാത്ര എന്ന് പറയുന്നുണ്ട് അല്ലെ?
അപ്പം ഭഗവാൻ തന്നെയാണ് ആരായിട്ടുള്ളത്, അതിജ്ഞനായിട്ടുള്ളത്, ആര് പരമാത്മാ രൂപത്തിൽ നമ്മുടെ ഉള്ളില് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്തോ കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എന്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. അപ്പൊ ഈ ഭഗവാൻ അത് ഉറപ്പിച്ചു പറയുകയാണ്. മുമ്പ് എന്താ പറഞ്ഞത്, എന്നെ ദേവതയൊക്കെ ആയിട്ട് അറിയുന്ന ഒരാൾ വന്നു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും മരണസമയത്ത് എന്നെ സ്മരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് മരണസമയത്ത് എന്നെ തന്നെ സ്മരിക്കണം, എന്നെ തന്നെ എന്ന് പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വേറെ ദേവതമാരെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, എന്നെ തന്നെ. അന്ധകാലേച്ച മാം ഏവ, എന്നെ തന്നെ. അപ്പൊ എന്താണ്, ആ കൂടി ഒരു കണ്ടീഷനേ ഉള്ളൂ. നമ്മൾക്ക് ഭഗവാന്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾക്ക് മരണം സംഭവിച്ചാൽ മാത്രമാണ് ഭഗവത്ധാമത്തിലേക്ക് നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകം കൃഷ്ണാബോധത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. കൃഷ്ണാബോധത്തോടെ ദേഹത്യാഗം ചെയ്യുന്നവൻ ഉടനെ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവം കൈക്കൊള്ളുന്നു. ജീവിതത്തിന്റെ ആരംഭഘട്ടം മുതൽക്കേ കൃഷ്ണാബോധം ശീലിക്കണം. നിര്യാണ വേളയിൽ വിജയം കൈവരിക്കണമെങ്കിൽ കൃഷ്ണസ്മരണ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ മരണസമയത്ത് നമ്മൾ ഭഗവാനെ സ്മരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കും, ഓക്കെ മരണസമയത്ത് വിചാരിച്ച പോരെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന പ്രാക്ടീസ് ഇല്ലാത്ത ഒരു കാര്യം ഒരു സമയത്ത് പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മളൊരു പരീക്ഷ എഴുതുകയാണെന്ന് വിചാരിക്കൂ. ആ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കിട്ടി കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആൻസർ എഴുതാനായിട്ട് സാധിക്കുമോ? ഇല്ല. നമ്മൾ എന്താണ്, ഇപ്പൊ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ 4ാം ക്ലാസ് മുഴുവൻ ഒരു വർഷാന്തര പരീക്ഷയാണെന്ന് വിചാരിച്ചോളൂ, കൊല്ല പരീക്ഷ നമ്മൾ പറയുന്നത്. അപ്പൊ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു കൊല്ലം മുഴുവനുള്ള പ്രയത്നമാണ് അല്ലേ. അതിന് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററും നമ്മൾ മറുപടിയും വീണ്ടും വീണ്ടും പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അവിടെ പോയിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ കിട്ടുന്നത്. അല്ലാതെ അതിന്റെ തലേദിവസം ഈ കൊല്ലം അവസാന പരീക്ഷയുടെ തലേദിവസം വന്നിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് മുഴുവൻ പഠിക്കാന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ? അല്ല. അതുപോലെ തന്നെയാണ് ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും. ഭഗവാനെ കുറിച്ച് നമ്മൾക്ക് സ്മരണ വരണമെന്നുണ്ടെങ്കിൽ അത് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നിരന്തരമായ ഒരു എന്താണ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മരിക്കുന്ന സമയത്തും ഭഗവാനെ കുറിച്ച് സ്മരിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അപ്പോ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കൃഷ്ണാബോധം എന്ന് പറയുന്നത് നമ്മള് മരിക്കുന്ന കാലത്ത് 50 വയസ്സോ 60 വയസ്സിലോ തുടങ്ങേണ്ട ഒരു കാര്യമല്ല. ജനിക്കുമ്പോൾ മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താണ്, മരിക്കുന്നതെന്ന് എപ്പോഴാ വരാൻ നമ്മൾക്ക് പറയാൻ പറ്റില്ല. നമ്മൾക്ക് എത്ര കാലമാണ് നമ്മൾക്ക് ദൈവം വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പൊ മരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, അതൊരു നിരന്തര പരിശീലനമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഭജഗോവിന്ദത്തില് ശങ്കരാചാര്യര് പറഞ്ഞത്, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ ഗുണവതേ. അല്ലയോ മൂഢനായ മനുഷ്യ, ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ. അത് എപ്പോഴാണ്, എന്താണ് വാദവും കഫവും പിത്തവും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കാനോ ബുദ്ധി മരവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും ഭഗവാനെ കുറിച്ച് ആലോചിക്കാനായിട്ട് സാധിക്കില്ല. എപ്പ തുടങ്ങണം? നല്ല കാലത്ത്, നമ്മുടെ ബുദ്ധി നന്നായിരിക്കുമ്പോ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഗോവിന്ദനെ ഭജിക്കുക എന്നുള്ളത് ആണ് ശങ്കരാചാര്യര് പറഞ്ഞു തന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരിക്കലും പെട്ടെന്ന് പോയിട്ട് ഭഗവാനെ ഓർക്കാനായിട്ട് സാധിക്കില്ല. യം യം വാഭീസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈത്തി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. എന്തിനെ കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് എന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ എന്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞു. അത് ഇനി അടുത്തത് എന്താണ് ഭഗവാൻ പറയുന്നത്, മരിക്കുന്ന സമയത്ത് നീ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നീ പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജഡമഹാരാജാവിന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലേ. അപ്പൊ എന്താ ഉണ്ടായത്, ആ മാനിനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് മാനായിട്ട് ജനിച്ചു. അതിനുശേഷം ആ മാനിന് പൂർവ്വജന്മ സ്മൃതി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അടുത്ത നല്ലൊരു കുടുംബത്തിൽ അടുത്ത ജീവിതം ലഭിച്ചു കഴിഞ്ഞിട്ട് 3ാമത്തെ ജന്മം എടുത്തതിന് ശേഷമാണ് ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റിയത്. അതിന് ആ സമയത്ത് എന്താണ് ജഡഭരതനായിട്ട് വന്നപ്പോ ഭരത മഹാരാജാവ് തീരുമാനിച്ചത്, ഞാൻ ഒരാളോടും സംസാരിക്കില്ല, ആവശ്യമില്ലാണ്ട് വായ തുറക്കില്ല എന്നുള്ളതാണ്. ഒരിക്കലും മായ എന്നെ പിടികൂടാനുള്ള ഒരു അവസരം ഞാൻ വരുത്തില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഒരു പൊട്ടന്റെ മാരിയായിരുന്നു. മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരു ഭ്രാന്തനായിട്ടാണ് ജഡഭരതനെ കണ്ടിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറയുന്നത്, അപ്പൊ മരണവേളയിൽ ഒരാൾ സ്മരിക്കുക, ആരെയാണ് സ്മരിക്കുന്നത് എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണ സ്മരണയോടെ ശരീരം ത്യജിക്കുന്നവർ അതീന്ദ്രിയമായ ഭഗവത് പദം പോകുന്നു. മറ്റേതെങ്കിലും സ്മരണ പുലർത്തിക്കൊണ്ട് മരിക്കുന്നവൻ ആ അവസ്ഥയിൽ എത്തുകയില്ല. അപ്പൊ എന്താണ്, ഭഗവാനെ കുറിച്ച് സ്മരിച്ചാൽ മാത്രമാണ് ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ജയിക്കുന്ന ആള്
ഭൗതിക ലോകത്തേക്ക് വരും. അപ്പൊ കൃഷ്ണനെ നിരന്തരം സ്മരിക്കുകയും ചെയ്യുന്നവർക്ക് അന്ത്യവേളയിലും ആ സ്മരണ ഉദിക്കും. അപ്പൊ നിരന്തരമായിട്ട് ഭഗവാനെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന ഒരാളാണെങ്കിലോ നിരന്തരമായ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന നാമജപം അത്രേ മരണവേളയിൽ ഒരാളുടെ മനോഭാവത്തെ വേണ്ടുന്ന വഴിക്ക് തിരിക്കാൻ ഉതകുന്ന ഉത്തമമായ മാർഗം. ഭരത മഹാരാജാവിന്റെ മരണവേളയിൽ ഒരു മാൻകുട്ടിയെ കുറിച്ചായിരുന്നു വിചാരം. തന്മൂലം അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് ഒരു മാനിന്റെ ശരീരം കൈക്കൊള്ളേണ്ടി വരുന്നു. അപ്പൊ നമ്മളുടെ ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്കറിയില്ലല്ലോ നമ്മളുടെ മരണം എപ്പോഴാണ് വരാൻ പോണെന്നുള്ളത്. അപ്പൊ ഓരോ നിമിഷവും നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടാവണം? ഹരേ കൃഷ്ണ മന്ത്രജപം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തസ്മാ സർവേഷു കാലേഷു മാമനുസ്മരയുദ്ധ്യച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശിഷ്യ സംശയക. അതിനാൽ അർജുന, കൃഷ്ണരൂപത്തിൽ ശ്രീകൃഷ്ണ രൂപത്തിൽ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക. ഭഗവാൻ രൂപം പറഞ്ഞു തരുന്നുണ്ട്, നോക്കൂ. ശ്രീകൃഷ്ണ രൂപത്തിൽ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക. അതോടൊപ്പം തന്റെ നിയതകർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചുമിരുന്നാൽ നീ എന്നെ പ്രാപിക്കും, സംശയമില്ല. അപ്പൊ അർജുനനോട് എന്താണ് പറയുന്നത്? അർജുന, നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുമ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആരെ കൊല്ലണം, ആരുടെ നേരാണ് ഞാൻ അമ്പ് പ്രയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉള്ളിൽ എന്താണ് എന്റെ മനസ്സിലുണ്ടാവേണ്ടത്? എന്റെ നാമമാണ് എന്നുള്ളതാണ്. എന്നെ ഓർത്തുകൊണ്ട് യുദ്ധം ചെയ്യുക, പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഓരോ സമയത്തും ഞാൻ ഇന്നമാരി ചെയ്യണം, അങ്ങനെ ഒരുപാട് കാൽക്കുലേഷൻസ് ആണ് നമ്മൾക്ക്, അല്ലേ? ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടെന്നല്ല, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പഠിക്കണം, അല്ലേ? പക്ഷെ എന്താ ചെയ്യേണ്ടത്? ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. ഭഗവാന് വേണ്ടി സമർപ്പിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പിന്നെ വരണ കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളതാണ്. അതിനുള്ള ബുദ്ധി നമ്മൾക്ക് ഒരു പരീക്ഷ എഴുതാൻ പോയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾക്ക് ഓർമ്മ തരുന്നതും ഭഗവാൻ തന്നെയാണ്. മറന്നു പോകാനുള്ള ആ ബോധം തരുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്ത് വേണം? ഭഗവാന്റെ അനുഗ്രഹമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമ്മൾ എത്ര പഠിച്ചോ മാസ്റ്റർ ആയിട്ടും കാര്യമില്ല. അപ്പൊ ആ അനുഗ്രഹമാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. അപ്പൊ എന്ത് വേണം? ഭഗവാന്റെ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അർജുനനോട് ഇവിടെ എന്താ പറയുന്നത്? ആരെ നീ തോൽപ്പിക്കണം, ആരെ ജയിക്കണം എന്നുള്ളത് വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ വിദ്യ നീ നന്നായിട്ട് അഭ്യസിച്ച വിദ്യ എന്നെ ഓർത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ അടുത്തേക്ക് വരും. അർജുനനോടുള്ള ഈ ഉപദേശ ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും പ്രസക്തമാണ്. തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മം നിറവേറ്റുന്നതിൽ നിന്ന് പിന്തിരിയാൻ ആരെയും ഭഗവാൻ പ്രേരിപ്പിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? അപ്പൊ മരിക്കുമ്പോ നീ എന്നെ ആലോചിക്കണം, അതുകൊണ്ട് ഒരു പണിയും ചെയ്യാണ്ട് എന്നെ നാമം മാത്രം ചൊല്ലിയിരിക്കും എന്നല്ല ഭഗവാൻ പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളുടെ നിയത കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കർമ്മമാണ് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ കർമ്മം ചെയ്യുക. പക്ഷെ അത് ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അഭ്യാസയോഗയുക്തേന ചേതസാനാന്യകാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനു ചിന്തയൻ. എന്നെ പരമ ദിവ്യോത്തമ പുരുഷനായി ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത്, അല്ലയോ പാർത്ഥ, അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും. അപ്പൊ എപ്പോഴും പരമദിവ്യോത്തമ പുരുഷനെ ധ്യാനിക്കുന്ന ഒരാള് ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തെത്തും എന്നുള്ളതാണ് പറയുന്നത്. ഭഗവത് നാമം ഉരുവിടുന്നത് കൊണ്ടും അതിൽ സ്പന്ദനങ്ങൾ ശ്രോത്രങ്ങളിൽ ഉൾപ്പോകുന്നത് കൊണ്ടും കാതും നാവും മനസ്സും പ്രവർത്തന നിരതമാകുന്നു. അപ്പൊ എന്താ വേണ്ടത്? നമ്മളുടെ മനസ്സിൽ എപ്പോഴും എന്തുണ്ടാവണം? ഒരു ഭഗവത് ചിന്തയുണ്ടാവണം. ജീവാത്മാക്കൾ തങ്ങളാണ് പരമാസ്വാദകരെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷെ അതല്ല വാസ്തവം. പരമപുരുഷനായ ഭഗവാനാണ് ഉത്കൃഷ്ടനായ പരമാസ്വാദകൻ. നിരന്തരം കൃഷ്ണനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾക്കും കൃഷ്ണന്റെ ഇതുപോലുള്ള രൂപം ലഭിക്കുന്നതാണ്. അപ്പൊ എന്താ വേണ്ടത്? ഭഗവാനെ കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഭഗവാന്റെ ആ ഒരു ആധ്യാത്മിക ശരീരം നമ്മൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ആത്മീയ ശരീരം നമ്മൾക്ക് ലഭിക്കും. നമ്മുടെ ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം പോയിട്ട് ഭഗവാന്റെ ഒരു ശരീരം നമ്മൾക്ക് കിട്ടും, ആത്മീയ ശരീരം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കവിം പുരാണാമനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യഃ സർവസ്യദാധാരമചിന്ത്യരൂപം ആദിത്യവർണം തമസപരസ്താത്. സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാൾ ചെറുതും സകലതിന്റെയും പരിപാലകനും ഭൗതിക അനുമാനങ്ങൾക്ക് അതീതനും അചിന്ത്യരൂപനും ഭൗതിക പ്രകൃതിക്ക് അതീതനും ആദിത്യ തേജസ്വിയുമായ വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്. ദിവ്യനും ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് അവിടുന്ന്. അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ അപ്പൊ പറഞ്ഞു എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാൾ ചെറുതും
അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാം അറിവുള്ള ആളാണ് അല്ലെ. അതുപോലെ ആദി പുരുഷനാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അണുവിനേക്കാൾ ചെറുതാണ് ഭഗവാൻ. അണുവിനേക്കാൾ ചെറുതാവാനായിട്ട് സാധിക്കും അല്ലെ. ഇനി സകലതിന്റെയും പരിപാലകനാണ്. എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഭഗവാനാണ്. അതുപോലെ ഭൗതിക അനുമാനങ്ങൾക്ക് അതീതനാണ്. നമ്മൾക്ക് ഒരിക്കലും ഭഗവാന്റെ ലീലകളെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല അല്ലെ. നമ്മളുടെ ഭഗവാന്റെ ഇപ്പൊ ബാല്യലീലകളെ കുറിച്ചിട്ടായാലും ശരി, അപ്പൊ അതുപോലെ തന്നെ രാസലീല, ഇപ്പൊ ഗോപികമാരുമായിട്ടുള്ള നൃത്തത്തെ കുറിച്ചും ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സാധിക്കാവൂ. ഒരേ സമയത്ത് 16,108 വീടുകളിൽ ഉദ്ധവര് പോയി കഴിഞ്ഞ എന്താ കണ്ടത്? അക്രൂരൻ അല്ലേ. അവര് ഓരോ വീടുകളിലും ഭഗവാനെ കണ്ടിരുന്നു. ഓരോ വീട്ടിലും ഭഗവാൻ വേറെ വേറെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു വീട്ടില് കുട്ടികളെ കളിപ്പിക്കുന്നു, ഒരു വീട്ടിൽ ഉറങ്ങുന്നു, ഒരു വീട്ടില് ഭാര്യയെ സഹായിക്കുന്നു. അങ്ങനെ അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അപ്പൊ അത്രയും അചിന്ത്യരൂപനാണ് ഭഗവാൻ. ഭൗതിക പ്രകൃതിക്ക് അതീതനാണ്. അതുപോലെ ആദിത്യ തേജസ്വിയാണ് ഭഗവാന്റെ ആ പ്രഭ എന്ന് പറയുന്നത്. ഈ എന്താ പറയുന്നത്, ആത്മീയ ലോകം, നമ്മൾ ഉള്ള ഈ ഭൗതിക ലോകം ഭഗവാന്റെ ആ പ്രഭ വന്നു കഴിഞ്ഞിട്ട് അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് സൂര്യനിൽ പതിച്ചിട്ട് നമ്മൾക്ക് ലഭിക്കുന്ന പ്രകാശം കൊണ്ട് ഈ ഭൗതിക ലോകം മുഴുവൻ എന്താണ് പ്രകാശം ചൊരിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത്രയും വ്യക്തമായിട്ട് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഫുള്ളായിട്ടുള്ള ഒരു കാൽഭാഗം മാത്രമാണ് ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. അതും ഭഗവാന്റെ ഒരു കണിക മാത്രമാണ് നമ്മൾക്ക് എത്തുന്നത്. അപ്പൊ ആ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള പ്രകാശം എന്തായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഭഗവാനെ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുമ്പോഴോ എന്താ ഉണ്ടാവുക? ഭഗവാനെ അവ്യക്തഗതനായോ ശൂന്യതയായോ പ്രതിപാദിച്ചിട്ടില്ലെന്ന് പ്രത്യേക ശ്രദ്ധയെ അർഹിക്കുന്നു. അത്തരം ധ്യാനത്തിന് പ്രയാസം കൂടും. അപ്പൊ എപ്പോഴും ഭഗവാന്റെ ഒരു രൂപം വെച്ചിട്ട് ധ്യാനിക്കാനാണ് നമ്മൾക്ക് എളുപ്പം അല്ലെ. നമ്മളുടെ ഉള്ളില് എപ്പോഴും എന്താണെങ്കിലും നമ്മളൊരു രൂപം വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് രൂപമില്ലാണ്ടും ഇരിക്കാം, രൂപം ഉണ്ടായിട്ടും ഇരിക്കാം. ഭഗവാൻ ഏത് രൂപം വേണമെങ്കിൽ സ്വീകരിക്കാം. പക്ഷേ ഭഗവാൻ ഒരു വ്യക്തിഗത രൂപമുണ്ട്. അത് എന്താണ്? ശ്യാമസുന്ദര രൂപമാണ് അല്ലെ ഭഗവാന്റെ. ആ രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ അതിന് പകരം ഒരു ലൈറ്റ് ആയിട്ട് ഭഗവാനെ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണോ നമ്മളെ സംബന്ധിച്ച്? അല്ല അല്ലെ. അതിനോട് ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. രസങ്ങളില്ല അവിടെ. അതാണ് വ്യത്യാസം. നമ്മൾക്ക് ഇപ്പോഴും എന്തിനെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും, അപ്പൊ ഒരു ഫുഡ് നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? അതിനൊരു മധുരമുണ്ട്, അല്ലെങ്കിൽ എരിവുണ്ട്. എരിവുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്തോ ഒരു ഗുണം കൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലെ അതിനോട്. അതുപോലെ തന്നെ ഒരാളെ കാണുമ്പോൾ നമ്മൾക്ക് നല്ല ഭംഗി തോന്നി കഴിഞ്ഞാൽ ഓക്കെ, അവരോട് സംസാരിക്കണം. അവരോട് മധുരമായിട്ട് സംസാരിക്കുകയാണെങ്കിലോ അവരോട് കുറച്ചും കൂടി നേരം നമ്മൾക്ക് സംസാരിക്കണം എന്ന് തോന്നും അല്ലെ. അപ്പൊ ഏതൊരു ഗുണങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾക്ക് ഇഷ്ടം വരുന്നത് ഉള്ളിൽ നിന്ന്. അതില്ലാണ്ട് വെറുതെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒന്നിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കൊച്ചുകുട്ടിയെ ആരായാലും ഒന്ന് എടുത്ത് ഉമ്മ വെക്കും അല്ലെ. എന്നാൽ ഒരു രൂപമില്ലാത്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിലോ, ഒരു ഭൗതികമായിട്ടുള്ള ഒരു വസ്തു ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലോ അതിനോട് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നില്ല. ആ ചൈതന്യം ഇല്ലാത്തതിനോട് നമ്മൾക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ധ്യാനിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അണുവിനേക്കാളും ചെറിയ രൂപം കൈക്കൊള്ളുവാൻ ഭഗവാന് കഴിയും. ഒരു കേശാഗ്രത്തിന്റെ 10,000-ൽ ഒരംശം വലുപ്പമേയുള്ള ഒരു ജീവാണുവിന് അചിന്ത്യം എന്ന പദം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഭഗവാന്റെ ശക്തി പ്രഭാവം നമ്മുടെ ചിന്തയ്ക്കും അതീതമാണ്. അപ്പൊ എന്താണ് അചിന്ത്യം എന്ന് പറയുന്നത്? ആ ഭഗവാന്റെ ശക്തി പ്രഭാവമാണ് നമ്മുടെ ചിന്തയ്ക്കും അതീതമായത്. അതായത് ഭൗതികത പ്രകൃതി കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഭഗവാനെ അചിന്ത്യം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരും. പ്രയാണകാലേ മനസാ ചലേന ഭക്ത്യാ യുക്തോ യോഗ ബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ സമ്യക് സതം പരം പുരുഷമുപൈത്തി ദിവ്യം. മരണസമയത്ത് യോഗനിഷ്ഠ പൂണ്ട സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായും പരമപുരുഷനെ പ്രാപിക്കും. ഇത് അഷ്ടാംഗ യോഗത്തിന്റെ ഇതാണ് പറയുക. യോഗനിഷ്ഠയിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പുരികത്തിന്റെ ഇടയിൽ ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാല് പൂർണ്ണമായും പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തെത്താം എന്നാണ് പറയുന്നത്. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവേശ്യേ. വേദപഠനം ചെയ്തവരും ഓങ്കാരം ഉരുവിടരുന്നവരും സന്യാസി വര്യന്മാരും ഏത് ബ്രഹ്മപദം പോകുന്നുവോ, ഏത് പരിപൂർണതയെ ആഗ്രഹിച്ച ബ്രഹ്മചര്യം സ്വീകരിക്കുന്നുവോ മോക്ഷപ്രാപ്തിക്ക് കാരണമായ ഈ പ്രക്രിയയെ ഇനി ഞാൻ വിവരിച്ചു തരാം. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ ഓങ്കാരം ഉരുവിടുന്ന ആൾക്കാര്, അതായത് ഓം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ജപിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസിമാരൊക്കെ ഉണ്ടല്ലോ, അവര് ഏത് പരിപൂർണതയെ ആഗ്രഹിച്ചാണോ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നത് ആ മോക്ഷപ്രാപ്തിക്ക് കാരണമായ ഈ പ്രക്രിയ, എങ്ങനെയാണ് ഈ മോക്ഷപ്രാപ്തി അവർക്ക് ലഭിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
അപ്പൊ മരണവേളയിൽ മനസ്സിനെ ഭക്തിപൂർവ്വം ഭഗവാനിൽ ഉറപ്പിക്കേണ്ടതാണെന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമാകുന്നു. ശുദ്ധഭക്തൻ കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന അയാൾക്ക് മരണവേളയിൽ ഭഗവത് കരുണയിൽ കൃഷ്ണസ്മരണ സ്വാഭാവികമായി ഉണ്ടാകും. അപ്പൊ പൂർണ്ണമായും ഒരു ശുദ്ധഭക്തനായിട്ടുള്ള ഒരാൾക്ക് ആ സമയത്ത് ആ ബോധം ആര് തന്നെ തരും? ഭഗവാൻ തന്നെ തരും. ഇനി ഇവിടെ എന്താ പറയുന്നത്? ജീവിതത്തിന്റെ ആരംഭം മുതൽക്കേ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ നിവർത്തിയില്ലാത്ത വിധം ലോകത്തിന്റെ സാമൂഹ്യ ഘടനയ്ക്ക് അത്രയേറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. കലിയുഗത്തിൽ ആധ്യാത്മിക സിദ്ധാന്ത പ്രകാരം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമോച്ചാരണമില്ലാതെ ഭഗവത് സാക്ഷാത്കാരത്തിന് മറ്റൊരു വഴിയുമില്ലെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ ബ്രഹ്മചര്യവും ഇങ്ങനെ അഷ്ടാംഗ യോഗവും ഒക്കെ അത്ര എളുപ്പമല്ല നമ്മളുടെ കലിയുഗത്തില്. അതുകൊണ്ടാണ് ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാനായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളെ ഇവിടെ പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. സർവദ്വാരാണി സംയമ്യ മനോഹൃദീനി രുദ്ധ്യ ച മൂർധ്ന്യ ധ്യായാത്മന പ്രാണ ആത്തിതോ യോഗ ധാരണ. ഇവിടെ പറഞ്ഞ പ്രകാരം യോഗം പരിശീലിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കതക് അടയ്ക്കുകയാണ്. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുകയും പ്രാണവായുവിനെ മൂർത്താവിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗസ്ഥനാകാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ 6ാമത്തെ അധ്യായത്തില്. എന്താ ചെയ്യേണ്ടത്? എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് എന്താണ് യമ നിയമ, എന്താണ് പ്രാണായാമ, ആസന, പ്രത്യാഹാര, അല്ലെ, ധാരണ, ധ്യാന, സമാധി ഈ ലെവലിൽ കൊണ്ടുവരണം. എന്താണ്? ഫുൾ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിച്ചുകൊണ്ട് ഭഗവാനിലെ എന്താണ് ഒരു പൂർണ്ണ യോഗിയായിട്ട് ഇരിക്കണം. എല്ലാം ഉള്ളിലേക്ക് സമർപ്പിച്ച് പുറത്തേക്ക് ഒരു കണക്ഷനും ഇല്ലാണ്ട്. യോഗാനുഷ്ഠാനത്തിന് ആദ്യമായി വേണ്ടത് സർവ്വേന്ദ്രിയങ്ങളുടെയും കവാടങ്ങൾ അടയ്ക്കുകയാണ്. ഇതിനെ പ്രത്യാഹാരം അഥവാ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിക്കൽ എന്ന് പറയുന്നു. ഭക്തിപരമായ സേവനത്തിൽ മുഴുകി എപ്പോഴും കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കാൻ സാധിച്ചാൽ ആ മനുഷ്യന് ഇളക്കമറ്റ അതീന്ദ്രിയ സമാധി അനായാസന ലഭ്യമായി തീരും. അപ്പൊ ഇതിന് പകരം എന്താണ് 2ാമത്തെ മാർഗമാണ് എന്ത് പറയുന്നത്? നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട് പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ചാലും നമ്മൾക്ക് ഈ ഇന്ദ്രിയ നിയന്ത്രണം കൈവരിക്കാനായിട്ട് സാധിക്കും, മറ്റേതിനേക്കാളും എളുപ്പത്തില് എന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ ശ്ലോകത്തിന്റെയും അവസാനം ഭക്തിയോഗത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാകരന്മാം അനുസ്മരൻ യപ്രയാദീത്യജൻ ദേഹം സയാദി പരമാം ഗതി. ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഉത്തമമായ വിശുദ്ധാക്ഷര സംയോഗം ഉച്ചരിച്ചുകൊണ്ടും പരമദിവ്യോത്തമ പുരുഷനെ സ്മരിച്ചുകൊണ്ടും ശരീരം ത്യജിക്കുന്നവൻ ആധ്യാത്മിക ലോകങ്ങളിൽ എത്തും, സംശയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സമാധി ലെവലിലേക്ക് എത്തി, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് എന്നിട്ട് ലാസ്റ്റ് എന്താണ്? ഓം ഓം എന്നുള്ളത് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അങ്ങനെ ശരീരം ത്യജിച്ചു കഴിഞ്ഞാല് എവിടെ എത്താം? ഭഗവാന്റെ അടുത്തെത്താം, ആധ്യാത്മിക ലോകങ്ങളിലെത്താം എന്നാണ് ഇവിടെ പറയുന്നത്. ഓങ്കാരവും ബ്രഹ്മവും ഭഗവാൻ കൃഷ്ണനും വിഭിന്നങ്ങളിൽ നിന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. കൃഷ്ണന്റെ അവ്യക്തഗത ശബ്ദം മാത്രമേ ഓങ്കാരം. ഭഗവാനെ ഓങ്കാരമായിട്ടാണ് പറയുക. ഓങ്കാരം എന്ന് പറയുന്നത് ആദിമ മന്ത്രം എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാനും ഭഗവാന്റെ മന്ത്രവും തമ്മിൽ, ആ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓങ്കാരം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ജീവിതാന്ത്യത്തിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉരുവിട്ട് മരിക്കുന്നയാൾ തീർച്ചയായും ആധ്യാത്മിക ലോകങ്ങളിൽ എത്തിച്ചേരും. എന്നാൽ ഈ എന്താണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഓം എന്നുള്ള ശബ്ദത്തില് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാളെക്കാൾ എന്താണ് സാധാരണ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഓരോ തവണയും ആ മന്ത്രം കേട്ടുകൊണ്ടിരിക്കുക. ആ കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ ഭഗവാന്റെ മന്ത്രമാണ്, ഭഗവാന്റെ പേരും ഭഗവാനും ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട് ആത്മീയ ലോകങ്ങളിൽ നമ്മൾ എത്തിച്ചേരും എന്നാണ് ഇവിടെ പറയുന്നത്. അനന്യചേതാ സതതം യോമാം സ്മരതി നിത്യശക തസ്യാകം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനക. അല്ലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുത സേവനം മൂലവും സ്ഥിര ചിത്തതയോടെയും എന്നെ എപ്പോൾ സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ്. അനന്യചേത, ചേതസ് എന്ന് പറഞ്ഞ ബുദ്ധി. അപ്പൊ എന്താണ്? നിരന്തരം, അതായത് വേറെ ഒന്നിലും മനസ്സ് വ്യാപരിക്കാണ്ട് എപ്പോഴും ഭഗവാനില് മനസ്സ് കൊണ്ടുവരിക. യഥാർത്ഥ ഭക്തിയോഗത്തിൽ ഭക്തന് കൃഷ്ണനിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്ന് വെളിവാകുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാല് നമ്മൾ എന്താണ്? എപ്പോഴും ഭഗവാനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാന്റെ ഒരു സ്മരണ ഉണ്ടാവുക. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാവട്ടെ, നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴാവട്ടെ, എപ്പോഴും ഒരു ഹരേകൃഷ്ണ മന്ത്രം നമ്മുടെ ഉള്ളില് ജപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏകീഭാവമോ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയോ ശുദ്ധഭക്തൻ ആഗ്രഹിക്കുകയില്ല. അദ്ദേഹത്തിന് ഒരാഗ്രഹവുമില്ല, കൃഷ്ണനിൽ മാത്രമാണ് ആസക്തി. എപ്പോഴും എന്താണ്? ഭഗവാനിലേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഒരു ശുദ്ധഭക്തന് ഉണ്ടാവുള്ളൂ. മറ്റു ഏതൊന്നിനേക്കാളും ശ്രേഷ്ഠമായതാണ് ഭഗവത്ഗീത
ശ്രേഷ്ഠമായാണ് ഭഗവത്ഗീത ഭക്തിയോഗത്തെ കാണുന്നത്. അപ്പൊ ഭക്തിയോഗമാണ് ഏറ്റവും ഉത്തമം. അവിടെ എന്ന് പറയുന്നത് നമ്മളുടെ പ്രവർത്തികളോ നമ്മളുടെ നിഷ്ഠകളോ ഒന്നും ഉപേക്ഷിക്കാൻ പറയുന്നില്ല. എന്താണ്? ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മാമുപേത്യ പുനർജന്മ ദുഃഖാലയമ ശാശ്വതം നാപ്നുവന്തി മഹാത്മാനക സംസിദ്ധിം പരമാം ഗത. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണം നേടിയവരാകയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പൊ ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ എപ്പോഴും സ്മരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ വേറെ ഒന്നിനോടും ആഗ്രഹം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പരിപൂർണം നേടിയ ആളുകള് ഒരിക്കലും എന്താണ് ഈ ലോകത്തേക്ക് വീണ്ടും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അവര് ഭഗവാൻ തന്നെ ഭഗവത് ലോകത്തിലേക്ക് അവരെ കൊണ്ടുപോയിക്കോളും എന്നാണ് പറയുന്നത്. അസ്ഥിരവും ആയ ഈ ഭൗതിക പ്രപഞ്ചം ജനനം, വാർദ്ധക്യം, രോഗം, മരണം എന്നിവയാൽ ക്ലേശ ബഹുലമാകയാൽ പരിപൂർണത നേടി ഗോലോക വൃന്ദാവനം എന്ന കൃഷ്ണലോകം പ്രാപിച്ച ഒരാൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല എന്ന് പറയുന്നത്? നമ്മൾക്ക് ഒരു നല്ല കാര്യം കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഹയർ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാല് ആ ലോവർ ചെറിയ കാര്യങ്ങളോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഭൗതിക കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കൂ. നമ്മൾക്ക് ഒരു ചെറിയ കാർ ഉണ്ട്, ഒരു മാരുതി കാർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു BMW കാർ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലെങ്കിലും ആ മാരുതി കാറിൽ പോയി ട്രാവൽ ചെയ്യണം നമ്മൾ ആലോചിക്കൂ? ഒരിക്കലും ആഗ്രഹിക്കില്ല അല്ലെ? അതുപോലെ തന്നെയാണ് ഒരു AC ഇരുന്ന് പഴകിയ ആൾക്ക്. ഇപ്പം മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഫാൻ ഉണ്ടായിരുന്നില്ല, നമ്മൾ നിലത്താണ് കിടന്നിരുന്നത് ജനലൊക്കെ തുറന്നിട്ടിട്ട്. ഇപ്പൊ എന്താണ്? അത് കഴിഞ്ഞ് ഫാൻ വന്നു, അത് കഴിഞ്ഞപ്പോ AC വന്നു. ഇപ്പൊ AC പഴകിയ ഒരാൾക്ക് ഒരിക്കലും അയ്യോ ജനലൊക്കെ തുറന്ന് കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് നിലത്ത് കിടക്കാന്ന് ആലോചിക്കാനായിട്ട് സാധിക്കൂ? ഇല്ല. അപ്പൊ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് പഴകി കഴിഞ്ഞാല് ഒരിക്കലും അതിന് താഴത്തേക്ക് പോകാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെയാണ് അപ്പൊ ഭഗവാന്റെ ആ ലോകം എന്ന് പറയുന്നതാണ് ചിന്താമണി ധാമാണ് അല്ലെ? അത്രയും എന്താണ് ലക്ഷ്മി എന്താണ് സഹസ്ര ലക്ഷ്മികളാണ് ഭഗവാനെ പരിചരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയോ അവിടുത്തെ എല്ലാം എന്താണ് ഇഷ്ടത്തിനാണ് അല്ലെ? അവിടെ എന്താണ് ആ സുരഭി പശുക്കൾ എങ്ങനെയാണ് അതിന്റെ പാല് എപ്പോഴും പാല് ചുരുത്തിക്കൊണ്ടിരിക്കുക, അമൃത തുല്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ വൃക്ഷങ്ങളോ കൽപ്പതരുക്കളാണ്. കാരണം എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും കൊടുക്കും. അതായത് അതിന്റെ ഫലങ്ങൾ മാത്രമല്ല, അപ്പൊ എന്താണോ ആഗ്രഹം അത് തരും ആ വൃക്ഷം, അങ്ങനെയാണ്. അപ്പൊ അത്തരം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വീണ്ടും ഈ എന്താണ് അസ്ഥിരമായിട്ടുള്ള ജനനവും വാർദ്ധക്യവും രോഗവും മരണമുള്ള ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കൂ? ഇല്ല. അപ്പൊ ഒരു തവണ അവിടെ പോയ ആൾക്കാർ അവിടെ തന്നെ കുറ്റിയടിക്കും. അതായത് അവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തിനോർജുന മാമുപേത്യാത്തു കൗന്ദേയ പുനർജന്മാന വിദ്യതേ. ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായുള്ളത് വരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണങ്ങളായ സ്ഥലങ്ങളാണ്. കുന്തിപുത്ര, എന്റെ പരമപദത്തിൽ എത്തിയവനാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ല. അപ്പൊ ഇവിടുത്തെ ഈ ലോകം നമ്മുടെ ഈ ഭൂമി മാത്രമല്ല, ബ്രഹ്മാവിന്റെ ലോകമാണ് ഏറ്റവും സുഖമുള്ളതെന്ന് പറയുന്നത്, ഏറ്റവും മേലെയുള്ളത് ഈ ഭൗതിക ലോകങ്ങളിൽ. ആ ബ്രഹ്മലോകം തൊട്ട് പാതാളം വരെയുള്ള എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. രോഗം, മരണം, ജനനം, വാർദ്ധക്യം എന്നുള്ളതുണ്ട്. കുറച്ചും കൂടി സുഖമായിരിക്കും ബ്രഹ്മലോകത്തിൽ, കുറച്ചും കൂടി കാലം നമുക്ക് സുഖിച്ച് ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വീണ്ടും എവിടേക്ക് വരണം? ഈ ഭൂമിയിലേക്ക് തന്നെ വരണം അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ് കർമ്മജ്ഞാന ഘടയോഗ അനുഷ്ഠിച്ചു പോരുന്നവർക്കെല്ലാം പരമദിവ്യമായ കൃഷ്ണന്റെ ധാമം പോകണമെങ്കിൽ കൃഷ്ണബോധം അഥവാ ഭക്തിയോഗത്തിൽ പരിപൂർണത നേടേണ്ടി വരും. അപ്പൊ ഏത് യോഗത്തിൽ പോയി കഴിഞ്ഞാലും ഭക്തിയോഗം എത്താണ്ട് ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. കാരണം ആ പ്രൈമറി രസങ്ങൾ, വാത്സല്യം അല്ലെ, മാധുര്യം, അതുപോലെ ദാസ്യം, സാഖ്യം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ രസങ്ങളിൽ കൂടി ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്തിയോഗം വരണം. ഭക്തിയോഗം ഇല്ലാതെ ഒരിക്കലും ആ പ്രൈമറി രസങ്ങളിൽ നമ്മൾക്ക് ലഭിക്കില്ല, ഭഗവാനുമായിട്ടുള്ള ആ ഇന്ററാക്ഷൻ നമ്മൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഭക്തിയോഗം കൊണ്ട് മാത്രമാണ് ഗോലോക വൃന്ദാവനത്തിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. പഞ്ചാഗ്നി വിദ്യ എന്ന യജ്ഞം അനുഷ്ഠിച്ച മനുഷ്യന് ബ്രഹ്മലോകം പോകാൻ കഴിയും. അപ്പൊ പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഇതാണ്, നമ്മൾ യോഗ വിദ്യകളൊക്കെ അഭ്യസിക്കുമല്ലോ, അങ്ങനത്തെ യജ്ഞങ്ങളാണ്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ബ്രഹ്മലോകം വരയ്ക്ക് പോകാം. പക്ഷെ ബ്രഹ്മലോകത്തിൽ പോയാലോ വീണ്ടും എന്താ പറയുക, ഭൂമിയിലേക്ക് തിരിച്ചു വരണം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രഹ്മലോകത്ത് പോയിട്ട് പൂർണ്ണമായിട്ട് ഭഗവാനെ സമർപ്പിച്ച് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മലോകത്തിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. അല്ലെങ്കിൽ എന്ത് വരണം? അവിടെ സുഖിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഇവിടേക്ക് തന്നെ വരണം എന്നുള്ളതാണ്. സഹസ്രയുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗസഹസ്രാന്തം തേഹോരാത്ര വിദോജനാഹ. മനുഷ്യഗണിത പ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന്, രാത്രിക്കും അങ്ങനെ തന്നെ. അപ്പൊ നമ്മളുടെ 1000 യുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. 1000 യുഗം ട്ടോ, മനസ്സിലാക്കണം. അതായത് ഈ ഒരു യുഗം എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറയുന്നില്ലേ 4,32,000
1000 കൊല്ലാണ് ഏത് കലിയുഗം എന്ന് പറയുന്നത്. അങ്ങനത്തെ എല്ലാ യുഗങ്ങളും ചേർന്നാണ് ഒരു ദിവ്യയുഗം എന്ന് പറയുന്നത്. അങ്ങനത്തെ 1000 യുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അതാ ഇവിടെ കാണിക്കുന്നുണ്ട് ലൈഫ് ഓഫ് ബ്രഹ്മ. നോക്കൂ 311.04 ട്രില്യൺ ഇയേഴ്സ് ആണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്, ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ എന്താ പറയുന്നത്, ഈ കൽപ്പ എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ്. അതാണ് 4.32 ബില്യൺ ഇയേഴ്സ്. അതായത് 4 ദിവ്യയുഗങ്ങൾ. അത് കലിയുഗം, എന്താണ് ദ്വാപരയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഏറ്റവും സത്യയുഗം. ഇതെല്ലാ യുഗങ്ങളും ഒരു തവണ ഫുൾ വരുന്നതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഡേ ഓഫ് ബ്രഹ്മ എന്ന് പറയുന്നത് എത്രയാണ്, അങ്ങനത്തെ 1000 യുഗങ്ങളാണ്. ഓക്കെ, 14 മന്വന്തര ആൻഡ് ഇവിടെ 15. ഇവിടെ കാണുന്നില്ലേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇനി ഓരോന്നിന്റെയും ഇനി മന്വന്തര എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നില്ലേ, 306.72 മില്യൺ ഇയേഴ്സ് ആണ്. അത് 71 ദിവ്യയുഗങ്ങളാണ്. അതുപോലെ 4.32 മില്യൺ ഇയേഴ്സ് ആണ് 4 യുഗങ്ങൾ. ഒരു ദിവ്യയുഗ എന്ന് പറയുന്നതാണ് ഇത്. ഇങ്ങനത്തെ 1000 ദിവ്യയുഗങ്ങൾ ചേരുന്നതാണ് എന്തെന്ന് ഈ ഒരു ഡേ ഓഫ് ബ്രഹ്മ എന്ന് പറയുന്നത്, ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. 1000 യുഗങ്ങളാണ് എന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പം ഒരു ദിവ്യയുഗം എന്ന് പറയുന്നത് 4.32 മില്യൺ ഇയേഴ്സ് ആണ് കേട്ടോ. ഇതാണ് സത്യയുഗ, ത്രേതായുഗ. ഇത് 4ഉം കൂടി ചേരുന്നതാണ് ഈ 4.32 മില്യൺ ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ 1000 യുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. ഡേ ഓഫ് ബ്രഹ്മ കൽപ്പ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് 4.32 മില്യൺ ഇൻറ്റു 1000 അത്രയും വരും. ഏത് 4.32 ബില്യൺ ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ മില്യൺ ആണ്, ഇവിടെ ബില്യൺ ആണ്. വ്യത്യാസം മനസ്സിലായോ? ഇതാണ്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇതിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഗോലോക ചാർട്ട് കാണിക്കാം 9ാമത്തെ അധ്യായത്തില്. അപ്പൊ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇതില് എന്ന് പറയുന്നത് 1000 യുഗങ്ങളാണ് എന്തെന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ, നമ്മളുടെ 1000 യുഗം എന്ന് പറയുന്നത് നമ്മുടെ 1000 കൊല്ലല്ല, 1000 ഈ സഹസ്ര യുഗങ്ങള്, അല്ല സോറി, എന്താ പറയുക, ദിവ്യയുഗങ്ങള്. അതായത് കലിയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, സത്യയുഗം ചേർന്നിട്ട് ഒരുമിച്ച് വരുന്നുണ്ടല്ലോ. 4.32 മില്യൺ ഇയേഴ്സ് ഇൻറ്റു 1000 ആണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അവ്യക്ത വ്യക്ത തയ സർവ പ്രഭവന്ത്യ കരാഗമേ രാത്രിയാഗമേ പ്രലീയന്തേ തത്രൈവ അവ്യക്ത സംജകേ. ബ്രഹ്മത്തിന് ആരംഭത്തിൽ സർവ്വഭൂതങ്ങളും അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുന്നു. പിന്നീട് രാത്രിയാകുമ്പോൾ അവ അവ്യക്തതയിൽ തന്നെ വീണ്ടും ലയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ പറയണെന്നുണ്ടെങ്കിൽ ഈ 4 യുഗങ്ങൾ കഴിയുമ്പോൾ ഇപ്പം പ്രളയമുണ്ട് ഭഗവാന്റെ. അപ്പം 4 തരത്തിലുള്ള പ്രളയങ്ങളാണുള്ളത് ബ്രഹ്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് പറയുന്നത് ഏറ്റവും എന്ന് പറയുന്നത് പ്രാപഞ്ചിക പ്രളയം എന്ന് പറയും. അപ്പൊ അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് ഒരു ഡേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉറങ്ങൂലോ രാത്രി. നമ്മുടെ രാത്രി എന്ന് പറയുന്ന പോലെ ബ്രഹ്മാവിന്റെ രാത്രി ഉണ്ടല്ലോ, ആ ബ്രഹ്മാവിന്റെ രാത്രിയിൽ ബ്രഹ്മാവ് ഉറങ്ങുന്നു. അതാണ് നൈമിത്തിക പ്രളയം എന്ന് പറയും. അപ്പം ആ ഉറങ്ങുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടുള്ള പ്രളയമല്ല. അപ്പൊ ആ സമയത്ത് വന്നു കഴിഞ്ഞിട്ട് എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ഉറങ്ങാൻ പോകും എന്നുള്ളതാണ്. ബ്രഹ്മാവിന് ഉറങ്ങുന്ന സമയത്ത് ഒരു ആക്ടിവിറ്റി ഇല്ല. നമ്മുടെ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ഗർഭോദക സായി വിഷ്ണുവിന്റെ ഉദരത്തിലേക്ക് പോകുന്നതാണ്, ആ വിശ്വരൂപത്തിന്റെ ഉദരത്തിലേക്ക് പോകുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് രീതിയിലാണോ ആ സമയത്ത് ഉണ്ടായിരുന്നത്, ആ സമയത്ത് എല്ലാവരും അതേ വസ്ത്രത്തോടു കൂടി പോകുന്ന മാതിരി അത് അതേമാതിരി പോകും. അത് കഴിഞ്ഞാൽ ബ്രഹ്മാവ് ഉറക്കം ഉണരുമല്ലോ, അടുത്ത ദിവസം തുടങ്ങില്ലേ. ആ സമയത്ത് ഇവരെല്ലാവരും ഉറക്കം ഉണരുന്ന മാതിരി എല്ലാവരും അവരവരുടെ പ്രവൃത്തികളിൽ വീണ്ടും ഒഴുകും എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, പ്രാപഞ്ചിക പ്രപഞ്ചത്തിന്റെ മൊത്തം, അതായത് ബ്രഹ്മാവിന്റെ ജീവിതകാലം കഴിയുമ്പോൾ, അതായത് ബ്രഹ്മാവിന് 1000 കൊല്ലാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. ആ 1000 കൊല്ലം, ബ്രഹ്മാവിന്റെ 1000 കൊല്ലം കഴിയുമ്പോ ബ്രഹ്മാവ് മരിക്കുന്ന സമയത്ത്, അതായത് അതാണ് എല്ലാം. അപ്പൊ ആ സമയത്ത് മറ്റേതെന്ന് പറയുന്നത് വെച്ചാൽ ബ്രഹ്മലോകത്തിന് താഴെയുള്ളത് വരയ്ക്കാണ്. ബ്രഹ്മലോകം ഉറങ്ങാനാണ് പോകുന്നുള്ളൂ. അപ്പോൾ എന്താണ് മകർലോകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലോകം വരയ്ക്ക് മാത്രമാണ് എല്ലാം പ്രളയത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നത്, എല്ലാം ഉള്ളിലേക്ക് ഈ ഗർഭോദ സൈവിഷ്ണുവിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. എന്നാൽ മറ്റേ പ്രളയത്തിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാം, അതായത് നമ്മളുടെ ഈ ഭൗതിക ലോകം മുഴുവൻ മൊത്തം വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് അടുത്ത സൃഷ്ടി വരുന്നത്. ഒരു ബ്രഹ്മാവിന്റെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭഗവാന്റെ ഇച്ഛയാണ്.
അടുത്ത ഇത് എപ്പോഴാണ് വരേണ്ടതെന്നുള്ളത്, എത്ര കാലം ഈ പ്രളയത്തിൽ ഉണ്ടാവും, എല്ലാവരും അതിനുള്ളിൽ മുഴുകി കിടക്കും എന്നുള്ളതൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. പിന്നെ നിത്യപ്രളയം എന്ന് പറയും. നിത്യപ്രളയം എന്ന് പറയുന്നത് നമ്മൾ ഓരോ നിമിഷവും എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നിത്യപ്രളയം എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ 2-3 തരത്തിലുള്ള പ്രളയങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുക. പാർഷ്യൽ പ്രളയമാണ്, പാർഷ്യൽ ആയിട്ടുള്ളതാണ് ഈ ഭഗവാന്റെ ഒരു ദിവസം കഴിയുമ്പോഴതും. പിന്നെ എന്താണ് പൂർണ്ണമായിട്ടുള്ളത് പ്രപഞ്ചപ്രളയം എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാം വെള്ളത്തിന്റെ അടിയിലാവുന്നതാണ്. എന്താ പറയാ, അത് ഭൗതിക ലോകം മുഴുവൻ ഈ എന്താ പറയാ വെള്ളത്തിന്റെ അടിയിലാവുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്, ബ്രഹ്മദിന ആരംഭത്തിൽ സർവ്വഭൂതങ്ങൾ അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷഭവിക്കുന്നു. അതായത് ഈ ഗർഭോത്സവ വിഷ്ണുവിന്റെ ആ ഉദരത്തിൽ നിന്ന് എല്ലാം പുറത്തേക്ക് വരും. അതുപോലെ രാത്രിയായി കഴിയുമ്പോഴോ വീണ്ടും ഉള്ളിൽ തന്നെ പോകും. അപ്പൊ ഇതൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. ഭൂതഗ്രാമാസ ഏവായം ഭൂത ഭൂത പ്രലീയതേ രാത്രിയാഗമേവ ശപ്പാർത്ത പ്രഭവത്യഹരാഗമേ. വീണ്ടും വീണ്ടും ബ്രഹ്മദിനാരംഭത്തോടെ സകല ഭൂതജാലങ്ങളും ഉളവാകുന്നു. നിശാഗമത്തിൽ അവയെല്ലാം നിസ്സഹായരെ നശിക്കുന്നു. വീണ്ടും ബ്രഹ്മാവിന്റെ ദിനം വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇനി പരസ്തമാസ്തു ബാബുന്യോ വ്യക്ഷേദോ വ്യക്ത സനാതനക യസ സർവേഷു ഭൂതേഷു നശ്യസൂന വിനശ്യതി. വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു അവ്യക്ത ഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. അപ്പൊ ഈ ഭൗതിക ലോകമാണ് നശിക്കുന്നത് അല്ലെ, അതിന് മേലെ എന്താണുള്ളത്, വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായിട്ട് സനാതനമായിട്ടുള്ള അതാണ് ആത്മീയധാമം എന്ന് പറയുന്നത്. വിരജാ നദിക്ക് മേലെ ആയിട്ട് ഈ ഭൗതിക ലോകത്തിനും മേലെ, നമ്മുടെ ഭൗതിക ലോകത്തിന് മേലെ വിരജ നദിയുണ്ട്. അതിന്റെ ഇടയിൽ ഒരു വൈതരണി നദിയൊക്കെ ഉണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ എന്തായാലും അതിന്റെ ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്നത്, നമ്മുടെ പാപങ്ങളൊക്കെ അനുഭവിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അതിന് മേലെയാണ് ആത്മീയ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആത്മീയ ലോകത്തിന് ഒരിക്കലും നാശമില്ല, അത് സനാതനാണ്. അവിടെ എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രകാശമാണ് ഫുള്ളും. അതുപോലെ തന്നെ അവിടെ രാത്രികളും പകലുകളും ഇല്ല, അവിടെ കാലമില്ല. ഇവിടെ എല്ലാം ദ്വന്ദ്ങ്ങളാണ് അല്ലെ, എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, കാലുണ്ട് നമ്മുടെ ഭൗതിക പ്രകൃതിയിൽ. അവിടെ കാലമില്ല, കാരണം അവിടെ രാത്രികളും ഇല്ല പകലുകളും ഇല്ല, എല്ലാം എപ്പോഴും ഒരേമാതിരിയുള്ള ഒരു അവസ്ഥയാണ്. പരമാനന്ദം മാത്രമാണ് അവിടെ ഉള്ളത്. അവ്യക്തോക്ഷര ഇത്യുക്തം തമാഹു പരമാം ഗതി യം പ്രാപ്യാനാനി വർത്തന്തെ തദ്ധാമ പരമം മമ. വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനം എന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് എന്റെ പരമമായ ധാമം. അപ്പൊ ഭഗവാന്റെ ധാമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ്, അക്ഷയമാണ്, അവിടെ പോയ ഒരിക്കലും നമ്മൾക്ക് തിരിച്ചു വരേണ്ട, അത് ഒരിക്കലും നശിക്കുന്നില്ല. ചിന്താമണി ധാമം സർവാഭിലാഷങ്ങളെയും നിറവേറ്റുന്നത് എന്നാണ് ഭഗവാൻ കൃഷ്ണന്റെ പരമധാമത്തെ ബ്രഹ്മസംഹിത ബ്രഹ്മസംഹിത പറയുന്നത്. ചിന്താമണി പ്രകര സംഹിത, അങ്ങനെയാണ് വരിക. നന്നായി ഉണ്ടാവും ആ ശ്ലോകം വന്നു കഴിഞ്ഞിട്ട്. അപ്പൊ സർവാഭിലാഷങ്ങളെയും, അപ്പൊ ചിന്താമണി എന്ന് പറയാൻ എന്താ കാരണം, ആ ചിന്താമണി സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു രത്നമാണ്. ആ രത്നത്തിനോട് എന്ത് അഭിലാഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷ്യ സാധനങ്ങൾ നൽകുന്ന കൽപ്പവൃക്ഷങ്ങളുണ്ട് ഇവിടെ. ഒരിക്കലും പാൽ പറ്റാത്ത സുരഭികൾ എന്ന പശുക്കളുമുണ്ട്. ഈ ധാമത്തിലാണ് അനേകായിരം ലക്ഷ്മി ദേവിമാരുടെ പരിചരണം ഏറ്റുകൊണ്ട് ശ്രീ ഭഗവാൻ വാഴുന്നത്. ഓടക്കുഴൽ ഊതിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഈ അതീന്ദ്രിയാകാരത്തെക്കാൾ ആകർഷകങ്ങളായി ഈ ലോകാലോകങ്ങളിൽ യാതൊന്നും തന്നെയില്ല. കൃഷ്ണനും കൃഷ്ണന്റെ പരമധാമത്തിനും ഒരേ ഗുണമാകയാൽ ഭിന്നഭാവമില്ല. അതാണ് അവിടെ എന്ന് പറയുമ്പോൾ ദ്വന്ദ്ങ്ങളില്ല. അതായത് അവിടെ സുഖം ദുഃഖം അങ്ങനത്തെ 2 ഭാവങ്ങളില്ല. എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രമേ ഉള്ളൂ അവിടെ. ഡൽഹിക്ക് 90 നാഴിക തെക്ക് കിഴക്കായി ആധ്യാത്മിക അന്തരീക്ഷത്തിലുള്ള ഗോലോക വൃന്ദാവനത്തിന്റെ ഒരു ഭൗതിക പ്രതിരൂപമുണ്ട്. മധുര ജില്ലയിൽ 84 ചതുരശ്ര നാഴികയോളം വിസ്തൃതിയുള്ള വൃന്ദാവനം എന്ന ആ പ്രദേശത്തായിരുന്നു കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് കളിച്ചു നടന്നത്. അപ്പൊ എന്താ പറയണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു രൂപമാണ് അവിടെ ഗോലോക വൃന്ദാവനത്തിന്റെ അതേ ഒരു ഇതാണ് നമ്മളുടെ ഇവിടുത്തെ നാട്ടിലത്തെ വൃന്ദാവനം എന്ന് പറയുന്നത്. അവിടെയാണ് ഭഗവാൻ കളിച്ചു നടന്ന സ്ഥലം ഉണ്ടല്ലോ. ഇപ്പോഴും ആ ലീലകൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമല്ല. അതുപോലെ തന്നെ അവിടെ നിധീവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടേക്ക് എന്ന് പറഞ്ഞാൽ ആരും ആ ഒരു സന്ധ്യാശേഷം അവിടേക്ക് പോവുകയില്ല. കാരണം അവിടെ ആ രാധാകൃഷ്ണ ലീലകൾ നിസ്യൂതം, അതായത് എപ്പോഴും അത് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ജീവജാലങ്ങൾ പോലും വേറെ അവിടെ ഇരിക്കില്ല ആ ഭാഗത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴും അവിടെ ആ ലീലകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ. പുരുഷ പരം പാർത്ത ഭക്തിയോലഭ്യസ്തനന്യ യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിതം തതം. ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ്
സർവരിലും മഹത്തമനായ ആ പരമദിവ്യോത്തമ പുരുഷൻ, സ്വധാമസ്ഥനെങ്കിലും സർവ്വവ്യാപിയും സർവരെയും ഉൾക്കൊള്ളുന്നവനുമാണ് അദ്ദേഹം. അപ്പൊ എന്താ പറയുന്നത്? ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രമാണ് ഭഗവാന്റെ അടുത്തെത്താനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാൻ സ്വധാമത്തിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഗോലോക വൃന്ദാവനത്തിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും എന്താണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, എല്ലാവരിലും ഉണ്ട് ഭഗവാൻ എന്നുള്ളതാണ്. എല്ലാം ഉൾക്കൊള്ളുന്നതും ഭഗവാനാണ്. ഭഗവാൻ എപ്പോഴും തന്റെ പരമധാമത്തിലാണെങ്കിലും ഭൗതിക ശക്തിയാൽ അവിടുന്ന് സർവ്വവ്യാപിയായിരിക്കുന്നു. ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളിൽ തന്റെ ഭൗതികവും ആത്മീയവുമായ ശക്തികളിലൂടെ അദ്ദേഹം സർവ്വവ്യാപിയാണ്. കൃഷ്ണന്റെ പരമപദത്തിലോ എണ്ണമറ്റ വൈകുണ്ഠ ഗ്രഹങ്ങളിലോ എത്തിച്ചേരാൻ ഭക്തി കൊണ്ട് മാത്രമേ കഴിയൂ. ഭഗവാൻ സദാ ഗോലോക വൃന്ദാവനം എന്ന ഉത്കൃഷ്ടധാമത്തിലാണെങ്കിലും സർവ്വവ്യാപികയാൽ എല്ലാം ഭംഗിയായി നടക്കുന്നു. അതായത് ഗോലോക വൃന്ദാവനത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും ഭഗവാൻ ഈ ഭൂലോകത്തിന്റെ ഈ അറ്റത്ത് ഒരു ഭക്തൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ ഭഗവാൻ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതാണ് ഭഗവാന്റെ മഹിമ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഭംഗിയായിട്ട്, ഇപ്പൊ എല്ലാം ഇത്രയും ലോകങ്ങളുണ്ട് അല്ലെ, ഓരോ ലോകങ്ങളും അതതിന്റെ സ്ഥാനത്ത് അതതിന്റെ പൊസിഷനിൽ ഒരു മാറ്റം കൂടാണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അത് ഭഗവാന്റെ ഒരു വലിയ ശക്തിയല്ലേ ശരിക്കും പറഞ്ഞാല്. എത്ര കാലേത്തോ നാവൃത്തി ആവർത്തിം ചൈവ യോഗിനക പ്രയാദായാന്തിതം കാലം വക്ഷ്യാമി ഭാരതർഷഭ. ഹേ ഭാരതശ്രേഷ്ഠ, ഏതേതു കാലങ്ങളിൽ ദേഹത്യാഗം ചെയ്യുന്ന യോഗിക്ക് പുനർജന്മം വേണ്ടി വരില്ല എന്നും ഏതേത് കാലങ്ങളിലായാൽ വീണ്ടും ജനിക്കണം എന്നുമുള്ളത് ഇനി നിന്നോട് പറഞ്ഞു തരാം. ഇനി പറയണെന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് പുനർജന്മം കിട്ടുക ഇല്ലാത്തത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അഗ്നിർ ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഹ. അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണ കാലത്തോ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കും. എന്താണ്? അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിലോ. എന്നെ ഇത് കൊടുത്തുണ്ടോ? അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ അഗ്നി, അതായത് പ്രകാശത്തിന്റെ സ്ഥാനത്ത്, അതായത് പകൽ സമയത്ത് ഉത്തരായണം എന്ന് പറയുന്നത് ഉത്തര ഇതില് അതായത് ഉത്തരഗോളം ദക്ഷിണഗോളം ഉണ്ട് അല്ലെ, നമ്മളുടെ ഇത് പറയൂലോ. അതിൽ ആ ഉത്തര ഗോളത്തിൽ മേലത്തെ ഇതില് ഹെമിസ്ഫിയറിൽ വന്നു കഴിഞ്ഞിട്ട് സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് ഉത്തരായണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഉത്തരായണ കാലത്ത് ആ 6 മാസത്തില് മരിക്കുന്ന ആള്, അതായത് അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തില് പകല് ശുഭമുഹൂർത്തത്തില് ശുക്ലപക്ഷത്തില് ഉത്തരായണ കാലത്ത് ലോകം വിടുന്ന ആള് ഇങ്ങനെ ഉണ്ടാവും, ഭഗവാന്റെ അടുത്ത് പോകും, അവർ തിരിച്ചു വരേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇനിയോ, ധൂമോ രാത്രിസ്തദാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചന്ദ്രമസം യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. ധൂമ സാന്നിധ്യം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു, അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കും. അപ്പം എങ്ങനെയാണ്? രാത്രി സമയത്ത് അതുപോലെ പുകയുള്ള മാതിരി ഉണ്ടാവും. അതുപോലെ പിന്നെ എന്താണ് കൃഷ്ണപക്ഷം എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ വാക്സിൻ മൂൺ, വെയിനിങ് മൂൺ എന്ന് പറയില്ലേ, അതായത് അമാവാസി കഴിഞ്ഞിട്ട് വരുന്നത് ആണ് ശുക്ലപക്ഷം എന്ന് പറയുന്നത്. അതുപോലെ പൗർണമി കഴിഞ്ഞിട്ട് പൂർണ്ണചന്ദ്രൻ വന്നു കഴിഞ്ഞിട്ട് ചെറുതായി വരണ്ടല്ലോ, അതാണ് കൃഷ്ണപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണപക്ഷത്തില് രാത്രി ദക്ഷിണായനത്തിൽ മരിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും എവിടേക്ക് പോവുക? ചന്ദ്രലോകത്തിൽ പോവും. പക്ഷെ ചന്ദ്രലോകത്തിൽ നിന്ന് വീണ്ടും അയാൾക്ക് എന്ത് വരണം? ഈ ഭൂമിയിലേക്ക് വീണ്ടും ജനിക്കണം. അവർക്ക് വീണ്ടും ജനനമുണ്ട് എന്നാണ് പറയുന്നത്. ശുക്ല കൃഷ്ണേകദീഖ്യേത ജഗദശാശ്വതേമതേ ഏകയായാത്യനാവൃത്തിയും അന്യയാവർത്തതേ പുനഃ. ഭൂമിയിൽ നിന്ന് പോകാൻ 2 മാർഗങ്ങളാണ് ഉള്ളതെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലും. വെളിച്ചത്തിലൂടെ പോയവർ തിരിച്ചു വരാറില്ല, ഇരുട്ടിലൂടെ പോയവർക്ക് മടങ്ങി വന്നേ കഴിയൂ. അതാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ആദ്യം എന്താ പറയുന്നത്? ശുക്ലപക്ഷം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് പകൽ സമയത്താണ്. പകൽ സമയത്ത് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. എന്നാൽ രാത്രി സമയത്ത് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എന്ത് വരും? ഇവിടേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊന്നും ഭക്തി യോഗം ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ. ഭക്തി യോഗം, അതായത് ഭഗവാനിൽ വിശ്വസിക്കാതെ സാധാരണ ഭൗതികതയിൽ മുഴുകി കഴിയുന്ന ആൾക്കാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭക്തിയോഗം ചെയ്യുന്ന ആൾക്കാർക്ക്, ശുദ്ധഭക്തന്മാരായ ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. കാരണം ഭഗവാൻ തന്നെ ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. നൈദേശ ദീപാർത്ഥ ജാനന്യോഗി മുഹ്യതി കശ്ചന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ഈ 2 വഴികളെ കുറിച്ചും അറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല. അതിനാൽ അർജുന എല്ലായ്പ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇത് ഭക്തന്മാരെ പറ്റിയിട്ടുള്ളതല്ല. ശുദ്ധഭക്തന്മാരായിട്ടുള്ള ആൾക്കാര്, എപ്പോഴും ഭഗവാന്റെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന ആൾക്കാര്, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ 2
ഇതും ബാധകമല്ല. കാരണം എന്താണ്? ഭഗവാൻ നേരെ എവിടേക്ക് കൊണ്ടുപോകും? ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകും. അവർ ഏത് സമയത്ത് മരിച്ചാലും അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭൗതിക ലോകം വിട്ടുപോകുന്ന ആത്മാവിന്റെ ഈ വ്യത്യസ്ത മാർഗങ്ങളെ കുറിച്ച് സംരംഭിക്കേണ്ടതിൽ നിന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. യാദൃച്ഛികമായിട്ടാണോ മുൻ നിശ്ചയിച്ച പ്രകാരമാണോ ഇവിടെ വിട്ടു പോകേണ്ടതെന്ന് ചിന്തിച്ച് ഭഗവത് ഭക്തൻ വ്യാകുലപ്പെടേണ്ടതില്ല. അയാൾ കൃഷ്ണാബോധത്തിൽ ഉറച്ചു നിൽക്കുകയും ഹരേ കൃഷ്ണ നാമോച്ചാരണം തുടരുകയും ചെയ്താൽ മതി. മരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ സ്മരണ നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവത്ധാമത്തിലേക്ക് എത്തുന്ന മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഭഗവാൻ. അപ്പോ അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുടെ കണ്ടീഷൻസ് ആണ് മുമ്പ് പറഞ്ഞത്. എന്താണ്? ശുക്ലപക്ഷത്തിലും എന്താണ് കൃഷ്ണ പക്ഷത്തിലും മരിച്ചു കഴിഞ്ഞുള്ള വ്യത്യാസം പറഞ്ഞത്. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനം ഉപൈത്തി ചാദ്യം. ഭക്തിമാർഗം സ്വീകരിച്ചുകൊണ്ട് വേദപഠനം, യജ്ഞദാനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിലെത്തുകയും ചെയ്യുന്നു. അപ്പൊ ഭക്തിമാർഗം സ്വീകരിച്ച ഒരാൾക്ക് ഈ വേദപഠനവും എല്ലാം പഠിച്ചിട്ടില്ലെങ്കിലും കൂടി പൂർണ്ണമായി ഭക്തിയോട് കൂടിയിട്ട് ഹരേകൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് ഭക്തി സേവനങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ പുണ്യങ്ങളും ലഭിക്കും എന്നാണ് പറയുന്നത്. തനിയെ എന്താണ് പിതൃക്കൾക്കുള്ള കർമ്മങ്ങളോ കാമ്യകർമ്മങ്ങളോ ദാനങ്ങളോ യജ്ഞങ്ങളോ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി, അതിനുള്ള സൗകര്യങ്ങളൊന്നും അവർക്ക് ഇല്ലെങ്കിൽ കൂടി പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ച് ഹരേകൃഷ്ണ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഗുണങ്ങളും ഭഗവാൻ തരും. മാത്രമല്ല എന്തുണ്ടാവും? മരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനുള്ള ആ ബോധം ആര് കൊടുക്കും? ഭഗവാൻ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പരമധാമത്തിലെത്തിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ശിക്ഷണത്തിന്റെ കീഴിൽ വേദപഠനം നടത്തുന്നവൻ കഠിനവ്രതങ്ങൾ അനുഷ്ഠിക്കുകയും തമോനിഷ്ഠരായിരിക്കുകയും വേണം. ബ്രഹ്മചാരികൾ ഗുരുഗൃഹത്തിൽ ആശ്രിതരെ പോലെ കഴിയണം. ഇതൊക്കെ അറിയാല്ലേ? കഠിനവ്രതം അനുഷ്ഠിക്കണം, ബ്രഹ്മചാരികളായിട്ടിരിക്കണം. അതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമാണോ നമ്മളുടെ കലിയുഗത്തില്? അല്ല അല്ലെ? 5 മുതൽ 20 വയസ്സ് വരെ ഗുരുകുലവാസവും പഠനവും തുടർന്ന് അനുഷ്ഠിച്ച് ശിഷ്യൻ സ്വഭാവ പരിപക്വത നേടിയിരിക്കും. ഭഗവത് സേവനത്തിൽ മുഴുകിക്കൊണ്ട് ഒറ്റയടിക്ക് ഈ 4 ആശ്രമ വ്യവസ്ഥകളെ കർക്കശ വ്രതങ്ങളെയും പിന്നിട്ട് കളയാം എന്നതാണ് കൃഷ്ണാബോധത്തിന്റെ മനോഹാരിത. അപ്പൊ എന്താണ് കൃഷ്ണാബോധം നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്? ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായും ഭഗവത്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലാണ് ഭഗവത്ഗീതയുടെ അകക്കാമ്പ്. തപശ്ചര്യ, യജ്ഞം, ദാനം, ജ്ഞാനം എന്നിവ കൊണ്ട് നേടാവുന്ന ഫലങ്ങളെല്ലാം തന്നെ കൃഷ്ണാബോധം സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം അനായാസേന നേടാവുന്നതാണ്. ഭഗവത്ഗീതയിൽ കുറച്ചെങ്കിലും വിശ്വാസമുള്ളവർ ഒരു ഭക്തനിൽ നിന്ന് തന്നെ അത് കേട്ടു പഠിക്കണം. അപ്പൊ എന്താ വേണ്ടത്? ഊഹാപോഹ നിപുണരിൽ നിന്നല്ല, ഒരു കൃഷ്ണ ഭക്തനിൽ നിന്ന് ഭഗവത്ഗീത പഠിക്കണം. എന്ത് വേണം? എന്താണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് യജ്ഞങ്ങളും ദാനങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? പൂർണ്ണമായും എല്ലാ പ്രവർത്തികളും എനിക്ക് വേണ്ടി സമർപ്പിക്കുക, എല്ലായ്പ്പോഴും എന്നെ സ്മരിക്കുക, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക എന്നുള്ളത് മാത്രമാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ. അപ്പൊ എത്രയും വലിയൊരു കാര്യമാണ് നമ്മൾക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് എന്ന് ആലോചിക്കൂ. നമ്മൾക്ക് എന്താ വേണ്ടത്? മരിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക, എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. നമ്മുടെ അന്തിമമായ ലക്ഷ്യം എന്താണ്? ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് വളരെ ആള് കുറവാണ് അല്ലെ? കൃഷ്ണ 15 പേര്. ഓണം തീർന്നിട്ടുണ്ടാവില്ല മാതാജി. ശരി, നാളേക്ക് എല്ലാവരും ജോയിൻ ചെയ്ത് നമ്മൾ വിചാരിക്കും ഇന്ന് ഓണത്തിന്റെ ബാക്കികളായിരിക്കും അല്ലെ? ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറയാട്ടോ. വേഗം പറയാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ വേഗം പറഞ്ഞിട്ട് പോകും. ഒരു 5 മിനിറ്റിൽ നമ്മൾക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻസ് എടുക്കട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. 1 മിനിറ്റ്. ബ്രഹ്മം എന്തിനെ സൂചിപ്പിക്കുന്നു? ബ്രഹ്മം എന്തിന് സൂചിപ്പിക്കുന്നു? പരബ്രഹ്മം എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ് ആൻസർ? അറിയാമോ? ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മാവിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവാണ് ബ്രഹ്മം. അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവാണ് ബ്രഹ്മം. ബ്രഹ്മം ജീവാത്മാവിനെയും പരബ്രഹ്മം പരമദിവ്യോത്തമ പുരുഷനെയും സൂചിപ്പിക്കുന്നു.
ഇത് എഴുതിയാൽ മതി. ബ്രഹ്മം ജീവാത്മാവിനെയും പരബ്രഹ്മം പരമദിവ്യോത്തമ പുരുഷനെയും സൂചിപ്പിക്കുന്നു എന്നുള്ളത് എഴുതിയാൽ മതി കേട്ടോ. ഇനി ജീവാത്മാവിന്റെ മൂലസ്വരൂപത്തിന് ഭൗതിക ബോധം ഉൾക്കൊള്ളുമ്പോഴും കൃഷ്ണബോധം ഉൾക്കൊള്ളുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഭൗതികത ബോധം ഉൾക്കൊള്ളുമ്പോൾ ഭൗതിക വസ്തുക്കളെ കൈയാളാനുള്ള ശ്രമമാണ് അതിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അതായത് ഭൗതിക കാര്യങ്ങളോടാണ് താല്പര്യം ഉണ്ടാവുക. ആധ്യാത്മിക ബോധത്തിൽ അഥവാ കൃഷ്ണബോധത്തിലാവുമ്പോഴോ ഭഗവത് സേവനത്തിലാണ് താല്പര്യം ഉണ്ടാവുക. അപ്പൊ ജീവാത്മാവിന്റെ മൂലസ്വരൂപത്തിന് എന്താണ് ഭൗതിക ബോധം ഉൾക്കൊള്ളുമ്പോൾ എന്താ ഉണ്ടാവുക? ഭൗതിക വസ്തുക്കളെ കൈയാളാനുള്ള ശ്രമം നടത്തുന്നു. എന്നാൽ കൃഷ്ണബോധത്തിലുള്ളപ്പോ എന്താണ് ഭഗവത് സേവനത്തില് താല്പര്യം കാണിക്കുന്നു. ഹരേ കൃഷ്ണ. ജീവാത്മാക്കൾ എങ്ങനെ ഭൗതിക ലോകത്തിൽ പിറക്കുന്നു? ഹരേ കൃഷ്ണ. എങ്ങനെയാണ് ജീവാത്മാക്കൾ എങ്ങനെ ഭൗതിക ലോകത്തിൽ പിറക്കുന്നു? എന്തൊരു ഫലത്തില് മഴയായിട്ട് കഴിച്ച് എന്താ പച്ചക്കറി വെജിറ്റബിൾസ് കഴിച്ചു എന്നിട്ടത് അങ്ങനെ എന്തൊക്കെയാണ് എങ്ങനെയാ വരുന്നത്? ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുണ്യകർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ എന്തുണ്ടാവും? മഴയിൽ കൂടി എന്ത് വരും? മഴയിൽ കൂടി ഭൂമിയിലേക്ക് വരുന്നു അല്ലെ? ഭൂമിയിലേക്ക് വരുന്നു. അതിനുശേഷം എന്താണ്? ചെടികളായി മുളയ്ക്കുന്നു. അത് ഒരു മനുഷ്യൻ കഴിക്കുമ്പോൾ ശുക്ലമായി വന്ന് പിന്നെ അതാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് അതിന്റെ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അതെ, അതിന്റെ ആൻസർ ഇത്രയും വിശദമായിട്ട് എഴുതണോ? സാധാരണ ഈ ക്വസ്റ്റ്യൻ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും ജീവാത്മാക്കൾ എങ്ങനെ ഭൗതിക ലോകത്തിൽ പിറക്കുന്നു? ഒന്നും കൂടി ആൻസർ പുണ്യകർമ്മങ്ങൾ കഴിഞ്ഞാൽ. പക്ഷെ ഇനിയിപ്പോ അതാണോ ഇവിടെ ഉദ്ദേശിക്കണേന്നും അറിയില്ല. ഒരു ഭൗതിക പ്രകൃതിയിൽ മനുഷ്യനായ മൃഗം, അതായത് 84 ലക്ഷം ജീവഭാഗങ്ങളിൽ ഏതൊന്നായിട്ട് പിറവിയെടുക്കുന്നു എന്നുള്ളതും ഉദ്ദേശിക്കാം. കാരണം ആധ്യാത്മിക പ്രകൃതിയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഇതേ ഉള്ളൂ നമ്മൾക്ക്. പക്ഷെ ഈ ഭൗതിക ലോകത്തെന്ന് പറയുമ്പോൾ നമ്മൾ 84 ലക്ഷം വർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിട്ട് നമ്മൾ പിറവിയെടുക്കും എന്നുള്ളതുമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഭൗതിക ലോകത്തിൽ പിറക്കുന്നു എന്നുള്ളത് 84 ലക്ഷം ജീവിവർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിട്ട് പിറവിയെടുക്കും എന്നുള്ളതായിരിക്കും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കണത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പക്ഷെ എങ്ങനെയാണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? എങ്ങനെയാ വരണേന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞാൽ നല്ലതായിരുന്നു. ആക്ച്വലി വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് മേലത്തെ ലോകങ്ങളിൽ നമ്മൾക്ക് പുണ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മേലത്തെ ലോകങ്ങളിലേക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആ പുണ്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരണം. അത് എങ്ങനെയാണ് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് ആ മഴയിൽ കൂടി ആ ലോകങ്ങളിൽ നിന്ന് ഈ ജീവാത്മാവ് വരും ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഭൂമിയുടെ ഉള്ളിൽ വന്ന് ചെടികളായിട്ട് ജനിക്കും എന്നാണ്. അപ്പൊ ചെടികളുടെ ഉള്ളില് ആ ചെടി അത് എന്നിട്ട് അതായത് ആണുങ്ങളായിട്ടുള്ള ആൾക്കാര് മീൻസ് പുരുഷന്മാർ അത് കഴിക്കുമ്പോ അവരുടെ ഉള്ളിൽ ബീജമായിട്ട് ശുക്ലമായിട്ട് ഈ വിത്ത് അവര് ആ വിത്തുകൾ കഴിക്കുമല്ലോ, അവരുടെ ഉള്ളിലേക്ക് അത് ചെല്ലും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ത്രീ ആയിട്ടുള്ള യോഗം ഉണ്ടാവുമ്പോൾ അവരുടെ ഗർഭപാത്രത്തിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ആവും എന്നുള്ളതാണ്. അങ്ങനെയാണ് ജനനം വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അതായത് ഒരു കുട്ടി ഉണ്ടാവാന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംയോഗം കൊണ്ട് മാത്രം ഒരിക്കലും സാധിക്കില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുകയാണ് ഈ ഇത് ഉള്ളിലേക്ക് വരണേന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവരെത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് കണക്കായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവണം. ആണ്. എന്തായാലും എല്ലാവരും ഭക്ഷണം നമ്മള് പ്രകൃതിയിൽ നിന്ന് കഴിക്കുന്നുണ്ടല്ലോ. അതാണ്. പക്ഷെ എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവണമെന്നും ഇല്ലല്ലോ. അത് നമ്മുടെ അത് ഓരോ യോഗം അനുസരിച്ചിരിക്കും. കൃഷ്ണാവബോധത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്ന ശ്ലോകം ഏതാണ്? അഞ്ചാമത്തെ അന്ധകാലേച്ച മാമേവ സ്മരൻ മുത്വ കളേബരം എന്നുള്ളതാണ് കേട്ടോ. ഇനി അചിന്ത്യം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ചിന്തിക്കാൻ കഴിയാത്തത്. അതായത് ഭൗതികാതീതമായുള്ളതിനെയാണ് അചിന്ത്യം എന്ന പദം കൊണ്ട് നിർവചിക്കുന്നത്.
അതായത് നമ്മുടെ ഭൗതിക ഇതും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നാണ് അർത്ഥം. ഭൗതിക അതീതമായുള്ളതിനെയാണ് അചിന്ത്യം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൗതികാതീതമായിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഭൗതികതയ്ക്ക് മേലെയുള്ളത് എന്നർത്ഥം. ഇനി ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന് എത്ര യുഗങ്ങൾ? 1000. 1000 യുഗങ്ങൾ. ഇനി എങ്ങനെയുള്ളവർക്ക് ഭഗവാനെ പ്രാപിക്കാം? അത് ആ രണ്ടിത് പറയുന്നുണ്ടല്ലോ. ശുക്ലപക്ഷത്തില് മരിച്ചാല് 24-ാമത്തെ ശ്ലോകമാണ്. അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണ കാലത്തോ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് 24-ാമത്തെ വിവർത്തനാണ് കേട്ടോ. ഇനി അടുത്തത് ആരാണ് ഭൂമിയിൽ തിരിച്ചു വരുന്നത്? ധൂമ സാന്നിധ്യം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു, അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കും എന്നുള്ളതാണ്. അത് 25-ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനമായിട്ട് വരും. ഇനി അടുത്തത് ഭൂമിയിൽ നിന്ന് പോകാൻ 2 മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലും. വെളിച്ചത്തിലൂടെ പോയവർ തിരിച്ചു വരാറില്ല, ഇരുട്ടിലൂടെ പോയവർ മടങ്ങി വരുന്നു എന്നുള്ളതാണ്. ഈ അധ്യായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു അധ്യായമാണ്.